എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി. ആരായിരിക്കും ഇന്ന് ഈ വേദിയിൽ എന്നോടൊപ്പം ഏറ്റുമുട്ടാൻ വരുന്നത്? വരികയാണ് ഇടുക്കിയിൽ നിന്ന് ജാഫർ, സംക്രാന്തിയിൽ നിന്ന് നസീർ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് ജാഫർ ഇടുക്കി, ഇത് നസീർ സംക്രാന്തി. 2 പുലികൾ. ഓക്കെ, യു ആർ വെൽക്കം. ഹായ് ജാഫർ ഇടുക്കി. നമസ്കാരം. ഹായ് നസീർ സംക്രാന്തി. നമസ്കാരം. ഇവിടോട്ട് നിന്നാൽ നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഉത്തരങ്ങൾ പറഞ്ഞാൽ കാശും കിട്ടും. നോക്കുന്നത് അല്ല, കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അതല്ലെന്ന്. ഇതെന്തോ യൂണിഫോം പോലെ? ഇതോ അതൊരു ഐക്യത്തിന്റെ കഥയാണ് സാർ. എന്റെ ഐറ്റം. അപ്പൊ ഞങ്ങൾ വേറെയാണ്. ഇത് ഐറ്റം വേറെയാണ്. ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ഒരുമിച്ച് ഈ ഫീൽഡിൽ നിൽക്കുന്നവരാണ്. അപ്പൊ എവിടെ പോയാലും ഒരേപോലത്തെ ഡ്രസ് ഇട്ട് അങ്ങ് ചെല്ലുക, ഒരേപോലെ കൗണ്ടറിൽ അടിക്കുക, അങ്ങനെ ഒരു ശീലമായതുകൊണ്ട് ഒരേപോലത്തെ ഡ്രസ്. ഈ ദുശീലം എന്ന് തുടങ്ങി കാണും ജാഫർ? ദുശീലമൊന്നുമല്ല സാർ, ഇതുള്ള സത്യാവസ്ഥയാണ്. ഞാനിപ്പോ അടുത്തൊരു പ്രോഗ്രാമിന് നമ്മുടെ ഇവിടം വിട്ടുപോയി. കേരളം വിട്ടുപോയി. ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സിനിമ തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പിടിക്കുന്നില്ല. അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും ഒരു ഷർട്ട് കണ്ടപ്പം ഞാൻ പറയട്ടെ, സത്യം പറയണേ, അത് ഈ ഷർട്ട് കണ്ടു. ഇത് ഒരെണ്ണം എടുത്ത് ഇട്ടപ്പോ അതിന്റെ കൂടെ അതിന്റെ ഓരോ കളറല്ലേ, അപ്പൊ 2 എടുത്തു. ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ. രണ്ടിനും പൈസ കൊടുത്തു. രണ്ടിനും പൈസ കൊടുത്തു. അങ്ങനെ ഞാൻ എടുത്തിട്ടോണ്ട് വന്നിട്ട് ഇത് ഉദ്ഘാടനം നമ്മുടെ ഇവിടുത്തെ ഇതിലൊരെണ്ണം ഈ ഇതിട്ടോണ്ട് ഞാൻ ശരിക്കും ഐറ്റം വേറെ ഞാൻ ജഡ്ജായിട്ട് വന്നിട്ടുണ്ട്. അത് നസീർ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ വന്നിപ്പോ ബാഗ് തുറന്ന് ഇതിന്റെ ജോഡി എടുത്ത് ഇതിലിട്ടപ്പം ഇവൻ പറഞ്ഞു, എടാ ഈ ഷർട്ട് ഏതാ, ഇത് ഞാൻ ഇടുവാന്ന് പറഞ്ഞ് അങ്ങനെ എടുത്ത് ബലമായിട്ട് എടുത്തിട്ടാണ്. നസീറിന് അതിൽ എന്തോ ഒരു അമർഷമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഭയങ്കര മനസ്സിന്റെ ഒരു ഉടമയാണ് സാറേ. എന്നോട് പറയാ, ഈ ഷോ കഴിഞ്ഞ് പോകുമ്പോ നീ ഇത് എടുത്തോളാം, 10 പൈസ കൊടുക്കണ്ട. ഞാൻ തീരുമാനിച്ചോളാം. അത് കളി വേറെ അല്ലേ? അത്രയും വലിയ മനസ്സൊന്നും. ഓക്കെ ജാഫറെ, പാട്ടൊക്കെ എങ്ങനെ പോകുന്നു? പാട്ടൊക്കെ നമുക്കിപ്പോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇപ്പം ജാഫർ ഇടുക്കിയും നസീർ സംക്രാന്തിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു പണിയൊന്നുമില്ല എന്ന് ചോദിച്ചു കളയരുത്. നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമുക്കൊരു ജാഫറിന്റെ ആ പള്ളിക്കെട്ട് നമുക്കൊന്ന് തുടങ്ങിയാലോ? അതിൽ തുടങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് കേറിയാലേ ഒറ്റ കയറ്റം കയറ്റാം. 18-ാം പടി വരെ അതിൽ തുടങ്ങിയാൽ കയറാൻ പറ്റും. ഒറ്റ കാര്യമേ ഉള്ളൂ, ആൾക്കാർ TV ഓഫ് ചെയ്തിട്ട് എണീറ്റ് പോകും. ഒരിക്കലും പോകാൻ പാടില്ല. നിങ്ങൾ വെല്ലുവിളി, നിങ്ങൾ റിമോട്ട് കയ്യിലെടുത്തോളൂ, ചെയ്യാനായിട്ട് തയ്യാറായിക്കോളൂ. കാരണം ഞാൻ ഈ പാട്ട് പാടിയാൽ അത് ഓണായിട്ട് തന്നെ എല്ലാരും പോകുന്നുണ്ട്. നല്ല ഇതൊക്കെ വരുന്നുണ്ട്. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ, നെയ്യഭിഷേകം സ്വാമിക്ക്, കർപ്പൂരദീപം സ്വാമിക്ക്, അയ്യപ്പന്മാർകളും കൂടിക്കൊണ്ട് അയ്യന നാടിൽ സെന്റിടുവാൻ, ശബരിമലയ്ക്ക് സെന്റിടുവാൻ, സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. கார்த்திகை மாதம் மாலையணிந்து நேர்த்தியாகவே விரதமிருந்து பார்த்த சாரதி மைந்தனை உன்னை பார்க்க வேண்டிய தவம் இருந்து இருமுடி எடுத்து எரிமேலில் வந்து ஒரு மனதாகி பெட்டை துள்ளி அருமை நண்பனாம் வாவரை தொழுது ஐயனை நறுமலை ஏறிடுவான். சாமியே അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. ഇതൊരു ദിവസം നന്നായിട്ട് ചാനലങ്ങ് പാടി കൊടുക്കും. ആരും ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ആശ്വാസം. ആയിക്കോട്ടെ, ഒന്ന് കൈയടിച്ചേ. അയ്യപ്പ സ്വാമിയുടെ പാട്ടല്ലേ. ആയിക്കോട്ടെ. അപ്പൊ ജാഫർ, ഇപ്പൊ സിനിമയൊക്കെ എങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടോ? നാട്ടുകാർക്കാണോ നമുക്കോ? അല്ല, അറിയാലോ സാർ, ഈ കഴിഞ്ഞ ഈ മാസം എന്റെ 5 ഫിലിമാണ്. 5 ഇറങ്ങിയില്ലേ? 5 ഇറങ്ങി. നിങ്ങൾ ഈയിടെ കണ്ടേ ഒരു ഗൾഫ് ഷോയ്ക്കെന്തോ മറ്റു പോയപ്പോഴേ അത്യാവശ്യം കൂടുതൽ ടിപ്പ് കിട്ടിയെന്ന് കേട്ടു. അയ്യോ, ഒരു പറ്റാണോ? പറ്റാണത്. ഒരു ഗൾഫ് ട്രിപ്പും കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. കാശിനുള്ള നമ്മുടെ ഫിലോസഫി എങ്ങനെ? ആക്രാന്തം കൊണ്ട് കൈയിട്ട് വരും? അല്ല, അങ്ങനെയൊന്നുമില്ല. കിട്ടിയാലും വാങ്ങിക്കും, അത്രേ ഉള്ളൂ. കിട്ടിയാൽ വാങ്ങിച്ചോണ്ട് വരും, അത്രേ ഉള്ളൂ. കിട്ടിയില്ലെങ്കിൽ നടന്ന് വീട്ടിൽ പോകും, അത്രേ ഉള്ളൂ. അത് എവിടെയാണ് മര്യാദക്കാരൻ. നീ എന്താണ് ഇങ്ങനെയൊക്കെ തുടങ്ങി? പരിപാടി എടുത്തിട്ട് പൈസ കിട്ടില്ല. ഇങ്ങനെ സാറേ ഞങ്ങളുടെ പരിപാടി ഇപ്പൊ തുടങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ് പൈസ തുടങ്ങും. തുടങ്ങി കഴിഞ്ഞതിന് ശേഷം അവരെന്തെങ്കിലും പരിപാടിക്ക് ഡാമേജ് വന്നല്ലേ, അല്ല അങ്ങനെ പറഞ്ഞിട്ടല്ല, പറഞ്ഞ പൈസ ഒന്നും തരാൻ പറ്റൂല, അങ്ങനെയല്ലോ എന്ന് പറയുമ്പോഴത്തേനും പെട്ടെന്ന് ആ സാറേ മാറിട്ടെ ഏതെങ്കിലും കമ്മിറ്റിക്കാരുടെ മുമ്പിൽ അങ്ങനെ ചൂടാക്കാൻ പറ്റുമോ?
പിടിച്ചവിടെ കിട്ടിയില്ല അന്നേരം ഇല്ല പണ്ട് ഇവിടെ ചുമ്മാ പറയുന്നത് ഇപ്പൊ പറ്റിയല്ല. പണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘാടകരൊക്കെ അതെ, അതെ, അതെ. ഇത് നമ്മുടെ ടിപ്പ് ഇത് സംഭവം എന്ന് പറഞ്ഞാല് ടിപ്പ് കിട്ടിയത് മസ്കറ്റില് സലാലയിലെ ഒരു പരിപാടി. അപ്പൊ സലാല പരിപാടി എന്ന് കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞപ്പം ഒരു ആരാധകൻ വന്നു. ഞങ്ങളുടെ കലവില പരിപാടി. ആ പരിപാടി കഴിഞ്ഞപ്പോ ഒരു ആരാധകൻ വന്നു. കുറെ ആരാധകൻ നോർമലായിട്ട് തന്നെ വന്നു. അയാളപ്പോ ഒരുപാട് TV പ്രോഗ്രാം ഒക്കെ കാണാറുണ്ട്, അത് കാണാറുണ്ട്, ഇത് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പൈസ എന്റെ കയ്യിൽ വെച്ച് തന്നു. അപ്പൊ ഒത്തിരി പൈസ ഉണ്ട്. അത് നസീർ നോക്കി എത്ര വരും? ഇല്ല നോക്കില്ല, അവിടുത്തെ പൈസ മേറിയിട്ടൊക്കെ നോക്കി കാണത്തില്ല എങ്ങനെയുണ്ട്. എന്നാലും അത് ഇറുക്കി ഞാൻ പിടിച്ചു. കാര്യം എന്റെ കൂട്ടത്തിലുള്ള വേറെ ആരെയും കാണിച്ചില്ല, ആരോട്ട് പറഞ്ഞുമില്ല, രഹസ്യമാക്കി. റൂമിൽ വന്ന് നോക്കി കുറെ പൈസ ഉണ്ട്. 25,000, 15,000, 10,000 നോട്ടുകൾ മാത്രമാണ്. ഇങ്ങനെ വിവരമില്ലാത്ത ആരാധകന്മാരുണ്ടോ നാട്ടില്? ചിലര് വാരിക്കറി തരും. ആരാധകർ ഗൾഫിൽ കഷ്ടപ്പെടുന്നതല്ലേ, ഒരുപാട് വർഷങ്ങളായിട്ട് ചിലപ്പോ നിൽക്കുന്നവരായിരിക്കും അവര് എന്നാണ് എന്റെ ധാരണ. അങ്ങനെയാണ്. അപ്പൊ ഞാനിത് വാങ്ങിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടിയ പൈസക്ക് കുറെ സാധനങ്ങൾ വാങ്ങി. ഇത്രയും കാശ് കയ്യിലിരിക്കല്ലേ. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ പൈസക്ക് മൊത്തം വീട്ടിലേക്കുള്ള സാധനങ്ങളെ അതേ ഇത് മിഠായി, സോപ്പ്, കുന്തം, കുറച്ചക്രോ എല്ലാം വാങ്ങിച്ച് വീട്ടിൽ ചെന്നു. അപ്പൊ വീട്ടിൽ ചെന്നപ്പോ ഈ ഷോ കഴിയുമ്പോൾ ഞാൻ വൈഫിനൊരു മാല വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാശ് അതേപോലെ ഇരിക്കും. 20,000 പിന്നെ അന്നേരം തന്നെ ഞാൻ പിറ്റേന്ന് വൈഫിനോട് വിളിച്ചു പറഞ്ഞോ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ഫോറിൻ ഒക്കെ പോയിട്ട് വരുമ്പോ പൈസ കൊടുക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ ഒരു മാറാൻ കൊടുക്കുന്ന അവരാകുമ്പോ ഇച്ചിരി പൈസ കൂടുതൽ തരുമല്ലോ. മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന ആളുണ്ടല്ലോ. കൊടുത്താൽ മാറി കിട്ടും. അപ്പൊ പുള്ളിയെ ഞാൻ വിളിച്ചു. അപ്പൊ പുള്ളിയോട് പറഞ്ഞ കുറച്ച് പൈസ ഉണ്ട്, കുറച്ചേറെ ഉണ്ട്, കുറച്ചേറെ ഞെട്ടരുത്. അപ്പം ഞാൻ അങ്ങോട്ട് വരവ് നടക്കുകയില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവരവിടെ നിന്ന് ഒരു വണ്ടിയും വിളിച്ച് നേരെ 3 പേര് വീട്ടിൽ വന്നു. അപ്പൊ ഇവര് വരുമ്പോ നമ്മൾ വെറുകയോട് വിടുന്നത് ശരിയല്ലല്ലോ. രാവിലെ പോയി 2 കിലോ മട്ടനൊക്കെ വാങ്ങിച്ചു, മുളക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് തണുത്ത വെള്ളം എല്ലാം റെഡിയാക്കി വെച്ച് ഇവര് വന്നു. ഫുഡും എല്ലാം കഴിച്ചു, വെള്ളം എല്ലാം കുടിച്ചിട്ടിരുന്നപ്പം എന്നാ പൈസ എടുക്ക്, ഞങ്ങൾക്കും പോയിട്ട് ധൃതി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ പൈസ അങ്ങോട്ട് എടുത്തു കൊടുത്തു. ഇവര് മൊത്തം എടുത്തിട്ട് ഈ നോട്ടിലെല്ലാം ഇങ്ങനെ നോക്കി എണ്ണി നോക്കി. അപ്പൊ എണ്ണി നോക്കിയപ്പോ 1.5-2 ലക്ഷം ആ പൈസ അത്രയുണ്ട് പൈസ. ഒരു 2 ലക്ഷത്തിന്റെ ആരാധകനാ. ഇവര് മൊത്തം നോക്കിയിട്ട് പറഞ്ഞു ഇതിനെ എല്ലാം കൂടി കൂട്ടിയാല് അപ്പൊ ഒരുപാട് പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കുകയല്ലേ, നമ്മൾ കണക്കൂട്ടി അല്ലേ. അപ്പൊ അവര് കണക്കൂട്ടി ഇതിന്റെ അകത്ത് ഞെക്കിയിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റർ ഞെക്കിയിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് പറഞ്ഞു 915 അത് ആ പൈസ മറ്റേ പൈസ ഈ കഥ എനിക്ക് അറിയാവുന്നതാണ് തിരിച്ചോണ്ട്. എനിക്കറിയല്ലോ ഇത്. അതാ ഇവിടുത്തെ പൈസ. അവിടെ ഒരു ചാക്ക് കാശുമായിട്ട് ചെയ്യുന്ന ഒരു സഞ്ചിക്കകത്തുള്ള സാധനം കിട്ടുള്ളൂ. അങ്ങനത്തെ വാല്യൂ ഉള്ള പൈസയാണത്. അത് പക്ഷെ എനിക്കറിയാലോ, എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന സംഭവമല്ലേ. ഞാൻ ഒരുപാട് ആരാണ്ട് അവിടെ അവന്റെ കയ്യിൽ ഇരുന്ന് ശല്യമായിട്ട് അവന് ഇത് ആരെങ്കിലും കെട്ടിയേപ്പിക്കാന്ന് പറഞ്ഞപ്പോഴാണ് അവൻ വന്നിട്ടുണ്ട്. നാട്ടിലെവിടെയും 957 രൂപ ഉണ്ടായിരുന്നു. 10 കിലോ മട്ടണോ എത്ര വാങ്ങിച്ചത്? 2 കിലോ മട്ടൺ. എന്റെ 10,000-3000 രൂപയും പോയി. അവൻ കാറ് പിടിച്ച് വന്നിട്ട് ആ കാശ് പോയി. അവന്റെ വായിരിക്കുന്ന മൊത്തം ഞാനും കേട്ടു. അങ്ങനെ ഒരു അബദ്ധം പറ്റി. പിന്നെ ഒരു ട്രിപ്പിന് പോയി. മാത്രമല്ല ആ ചാക്കിട്ട് കൈ കിട്ടിയപ്പോഴേ ഈ 15,000-20,000 ഒക്കെ കിട്ടിയപ്പോഴേ ഇത് എന്തൊക്കെ ആലോചിച്ച് ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് ഉറക്കം വന്ന് കാണത്തില്ലല്ലോ. ഉറക്കം വന്നില്ല, അതേപോലെ കാശില്ല, ആരോടും പറയുന്നില്ല. ഇവന്മാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാ അങ്ങോട്ട് പോയ പോലെ അല്ലല്ലോ തിരിച്ചു വരുമ്പോ. ഭയങ്കര അത്യാവശ്യം കാശൊക്കെ ഇരിക്കുന്നു അല്ലേ. അതേപോലെ പിന്നെ അടുത്ത ട്രിപ്പിന് പോയി. ട്രിപ്പിന് പോയിട്ട് വന്നപ്പം വേറെ പുറം രാജ്യത്തേക്ക് പോയി. ഏത് ഫോറിൻ, ജർമ്മനി എവിടെയൊക്കെ പോയി. പോയിട്ട് തിരിച്ചു വന്നു. അപ്പൊ സാധാരണ പേയ്മെന്റ് കിട്ടി. പിന്നെ ആരെങ്കിലും ഒക്കെ നാട്ടുകാരൊക്കെ പല സുഹൃത്തുക്കളൊക്കെ ഇപ്പൊ ഒന്നുമില്ല സാറേ. ഇല്ല അതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് മനസ്സിലായി. അപ്പൊ ഒരു കാര്യം ചെയ്തു, ഇത് കൊണ്ടുവന്ന് ഇത് മാറാനായിട്ട് ഇവിടെ വന്നിട്ട് ഈ ജിനോനെ വിളിച്ച് കക്ഷിനെ വിളിച്ച് ഭക്ഷണം തിന്നില്ല. അയാള് 3000 പെട്രോൾ കൊടുത്താ. അത് ജിനോ അതെ കുറച്ച് പൈസ എടാ പ്രാന്താ വെച്ചിട്ട് അയാൾ എവിടെ കിടന്ന് കിട്ടിയ പൈസ നല്ലത് കൊടുത്താലും മാറി തരികയല്ല. പോയി മൊത്തം പോയി പൊളിഞ്ഞു പോയി. ഇപ്പൊ അവിടെ മാറിയിട്ട് വരുവാ. മംഗളത്തിന്റെ ട്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോഴാണോ നമ്മുടെ ജാഫർ ഇടുക്കി അവിടെ ഒരു ഇന്റർവ്യൂ വന്നത്? എവിടെ വെച്ചായിരുന്നു? അത് മംഗളത്തിലായിരുന്നു അല്ലേ? അന്ന് ആരാ ഇന്റർവ്യൂ ചെയ്ത? ഞാനും മംഗളം പ്രസാദും കൂടെ. എന്താ ചോദ്യങ്ങളൊക്കെ അന്ന് ചോദിച്ചു? എനിക്ക് കേൾക്കുമ്പോ ഒരു സുഖമുണ്ട്. ജാഫർ ഇടുക്കി അങ്ങോട്ട് നീങ്ങി നിൽക്കൂ അല്ലേ? ഇല്ല അല്ല എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ആവശ്യമില്ല. പുള്ളി അന്നേരം ഈ മിമിസ് ഗാനമേളക്ക് വായിക്കുക. അല്ല ഞാൻ അന്ന് ശരിക്കും ഈ ഇതില്ലേ
ഇവര് മംഗളം ഓർക്കസ്ട്രയിലുണ്ട്. മംഗളം ഓർക്കസ്ട്ര ഒരു പ്രശസ്തി ആർജിച്ച ഓർക്കസ്ട്ര ആയിരുന്നു. ജാഫർ എന്ന് പാട്ടുകാരനായിട്ട് രംഗപ്രവേശം ചെയ്യാനായിരുന്നു തീരുമാനം? അല്ല. ഞാൻ ഈ മംഗള കലാസാഹിത്യയുടെ പരിപാടിക്കൊക്കെ പോയി ചെറിയ ട്രോഫിയിൽ ഇത്രയും നീളമുള്ള അതും ഒരു ഇതൊക്കെ കിട്ടും. അങ്ങനെ പോയി കഴിയുമ്പോ അവിടെ ഉള്ള ഒരു ചേട്ടൻ അത്യാവശ്യം പുട്ടടിക്ക് പോകും, അത്രേ ഉള്ളൂ. അല്ല, പുട്ടടിക്കാൻ പൈസ കിട്ടൂല്ലോ, പൈസ തരൂല്ലോ. ഇല്ലല്ല, പൈസ കിട്ടും. നമ്മള് വണ്ടിക്കൂലി കൊടുത്ത് പോയി നെടുങ്കണ്ടത്തൊക്കെ പോയി ചെയ്താലും ഇത് കിട്ടും, സർട്ടിഫിക്കറ്റ്. അത് വെച്ചിട്ട് അവിടെ ഒരു കൊട്ടാരത്തിൽ ജോസഫേട്ട് എന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞു, എടാ ഞാൻ മംഗളത്തിൽ വിളിച്ചു പറയാം, ഞാൻ മംഗളത്തിന്റെ ഏജൻസി ഇവിടെയാ, ഞാൻ ഏജന്റാ ഇവിടുത്തെ, ഞാൻ വിളിച്ചു പറയാം, നീ പോയി പഴയടം ഹാരിസ് സാറിനെയും കാണാൻ പറഞ്ഞു. ഞാൻ ഇത് കോട്ടയത്തിന് ബസ് കയറി ഇടിക്കുന്നു വന്നാ. ഞാൻ വന്ന് സാറേ അവിടെ വന്ന് നിന്നപ്പം ഈ മറ്റേ പത്രം അടിക്കുന്ന റോട്ടി ചെയ്യുന്ന കാണാല്ല, പത്ര ഓഫീസില്. ഞാൻ നോക്കുമ്പോ ഇങ്ങനെ കിടന്ന് ഒരു സാധനം അപ്പൊ മടക്കിയൊക്കെ വന്നു. എന്റെ കാലള പത്രം അടിക്കുന്ന ചില്ലി കൂടെ കാണാലോ, ഇങ്ങനെ വന്ന് സാധനം പറഞ്ഞ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് മടങ്ങി, അങ്ങനെ മടങ്ങി ഇങ്ങ് വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇവിടെ പ്രോഗ്രാം ഉണ്ടെന്ന്. അപ്പൊ നോക്കിയാൽ മംഗളത്തിന്റെ വണ്ടി, ഇവരങ്ങ് നടന്നുപോയി. മംഗളത്തിന്റെ വണ്ടിയിൽ ഓർക്കസ്ട്ര എല്ലാം കെട്ടി തിരിച്ചു വരുമ്പോ അങ്ങനെ കണ്ട് ഇപ്പൊ ഇവര് പറഞ്ഞു ഒന്ന് ഇന്റർവ്യൂ ആണ് വന്നേക്കുന്നെന്ന് പറഞ്ഞു. അവരാരോ പറഞ്ഞു, അവിടുത്തെ മോളിന്ന് പറഞ്ഞു കേട്ടോ. ഇവര് പ്രോഗ്രാമിനോട് പെട്ടെന്ന് ആ വണ്ടിക്കകത്ത് കയറ്റിയിരുത്തിട്ട് എന്നോട് കുറച്ച് ഐറ്റം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അന്ന് ചെയ്യണമെന്ന് പറഞ്ഞ ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കുക. ഫ്ലാസ്കിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നിറഞ്ഞു വരില്ലേ, ആ നിറഞ്ഞു വരുന്നത് അങ്ങനത്തെ പിന്നെ ഇപ്പോഴല്ല, ഫ്ലാസ്കിൽ എന്നും വെള്ളം ഒഴിച്ചാൽ നിറഞ്ഞു വരുമല്ലോ. അതൊന്ന് നടക്കാൻ പറഞ്ഞ ഞാൻ മാത്രല്ല, ഇവർക്ക് ഒരു വിജ്ഞാനപ്രദമാണെന്ന് പറഞ്ഞ സാധനമല്ലേ ഇത്? അല്ല, അങ്ങനത്തെ ഈ കുറെ വെള്ളം കോരുന്ന കപ്പിയും ചാടും അന്നൊക്കെ ഇഫക്റ്റുകളാ അന്ന് മൊത്തം. എന്തോ ചെയ്യുന്നേ? അല്ല, ഇപ്പം കട്ടി കൂടി പോയി, സൗണ്ടിന് കട്ടി കൂടി പോയി, നല്ല കനത്തു. ഭയങ്കര വരുമാനം കൂടിയപ്പോഴാണോ? വരുമാനം കൂടിയോണ്ടല്ല, മൊത്തത്തിലേ മൊത്തത്തിൽ കട്ടി കൂടിയ. അല്ല, അന്നൊക്കെ സ്ട്രെയിൻ ചെയ്ത് ഒത്തിരി പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ജാഫർ ഇടുക്കി ഗോൾഡ് ആണല്ലോ ആള്, ഇത് സംക്രാന്തി ഡയമണ്ട്. എനിക്കൊന്ന് ഇടുക്കി ഗോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ അർത്ഥമല്ലേ? ഇല്ല, അതൊക്കെ അവിടെ പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലെ തച്ചങ്കരി സാർ വെട്ടി നശിപ്പിച്ച് ഒന്നും ബാക്കി വെച്ചില്ല. ഇടുക്കി ഗോൾഡിന്റെ ഒരു ചരിത്രമുണ്ട്. അല്ല, ഇത് തീർന്നു നമ്മൾ പറഞ്ഞ്, ഇത് പറഞ്ഞ് തീർന്നില്ല. അതെ, ഫ്ലാസ്കിൽ വെള്ളം നിറച്ചില്ല. വെള്ളം നിറച്ചില്ല, അത് വെള്ളം നിറച്ചോണം. അല്ല, ഇപ്പൊ ഇത്രയും പറഞ്ഞോണ്ടിട്ട് വായിൽ കുറച്ചു മുന്നീര് വേണം. മൈനോട്ട് സാധനമല്ല. അങ്ങനെയാണ് ഈ മൈക്ക് തരാം, മൈനോട്ട് സാധനം വേണമല്ലോ. വെള്ളം കുറയുന്നു തോന്നിയപ്പോ നമ്മുടെ സംക്രാന്തി വയറ്റിലിട്ട് ആലോചിച്ചിട്ട് വേണമായിരുന്നു. അല്ല, അതൊക്കെയാ പറഞ്ഞത്. എന്നിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യാം. അത് ഇത് ഇവര് എന്നിട്ട് അത് ചോദിച്ചു പിടിച്ച ഒരു കാര്യം ചെയ്യും. വോയിസ് ടെസ്റ്റിന് പറഞ്ഞു വിടാൻ പറഞ്ഞ പിരമിഡ് സ്റ്റുഡിയോയിലേക്ക് അവിടെ ശശാങ്കൻ എന്ന് പറഞ്ഞ ആ സാറായിരുന്നു അന്ന്. പുള്ളി എടുത്തിട്ട് ഹലോ മൈക്കിനകത്ത് സ്റ്റുഡിയോയിൽ കയറി ഹലോ എന്നൊക്കെ പറഞ്ഞു. അന്ന് പെണ്ണുങ്ങളുടെ സ്വരാ, അന്ന് ഫീമെയിൽ ശബ്ദം അല്ലേ? ഫീമെയിലല്ലേ പാടാൻ പോയ 95 ജർമ്മനിയിൽ പാടാൻ പോയ ശബ്ദം പറ്റുമായിരുന്നു. ഫീമെയിൽ ഈ ശബ്ദത്തിൽ എങ്ങനെ ഫീമെയിൽ ആവുന്നത്? 1995 ജർമ്മനിയിൽ പോയതേ സിദ്ദീഖ് ഇക്കല്ലോ നമ്മുടെ നടൻ. അദ്ദേഹം അന്ന് ഹിറ്റ് പാട്ടിയതാ, അമ്പലപ്പുഴ ഉണ്ണി, ആ പാട്ടാണ്. അപ്പൊ അതിനകത്ത് ഫീമെയിൽ ഉണ്ട്, തൃപ്രസാദവും. അത് പാടിയ ആളാ. അല്ല, ഇപ്പൊ പാടാൻ പറ്റില്ല. ഇപ്പൊ തൃപ്രസാദം ഇങ്ങനെ തൃപ്രസാദവും വർണ്ണ ചുംബന അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ തൃപ്രസാദ കിട്ടത്തില്ല. അത് ഓരോരുത്തരുടെ മാറ്റത്തിന്റെ ഇനി ഫ്ലാസ്ക് ഒന്ന് കേൾക്കോ. അവിടെ ഒരു ഫ്ലാസ്കിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴിക്കും, ഒരു കപ്പിൽ നിന്ന് ഇങ്ങനെ ഒഴിക്കൂലേ. അപ്പൊ ആദ്യം ചാടും, ചാടി കഴിഞ്ഞിട്ട് ഒരു ഇത്രയും നീളമുള്ള 2 ഗ്ലാസ് ചായ ഒഴിക്കുന്ന ഒരു ഗ്ലാസ് മതി, അത് മതി. അവൾ ഇത്രയും നീളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഒഴിക്കാണ്. ഞാൻ ഇതിന്റെ മൂത്രമാണ് ഒഴിക്കാനായിട്ട്, ഇവനെ ഒഴിക്കുന്ന കാര്യമുണ്ടോ? ഇത് ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കണേ. അപ്പൊ കേൾപ്പിച്ചു നോക്കാം. നിറഞ്ഞു തൂവിയോ? ഇല്ല, പതഞ്ഞു വന്നു നിന്നില്ലേ? കണ്ട അല്ല, ഇത് സാറേ, ഇത് അവൻ രണ്ടാമതാ പറഞ്ഞ സംഭവം തന്നെ. അത് ഫ്ലാസ്കിൽ ഒഴിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇത് ഫീൽ ചെയ്ത ആൾക്കാരായിരുന്നു. നമ്മള് ഫ്ലാസ്കിൽ 100 കുടിക്കാറേ ഉള്ളൂ, അല്ലേ? ആണുങ്ങൾ 100 കുടിക്കുള്ളൂ. ആ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയത് ഫ്ലാസ്കിൽ 100 കുടിക്കും. ഒരു ചായ എടുത്ത് വെച്ചടി. ആ ഇരിക്കുന്ന അവരെല്ലാം സ്ത്രീകളാ. അത് അവര് നിറയ്ക്കുമ്പോ അവർക്കറിയാ ഒച്ച, അതുകൊണ്ട് അവര് കൈയടിച്ച് അവരിലാരെങ്കിലും ഒരാൾ ചെയ്യട്ടെ. അത് ചെയ്യും. ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കുമ്പോ അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് വരട്ടെ സാർ? വേണ്ടല്ലേ, വേണ്ട, ഞാനിവിടെ ബൂസ്റ്റ് ചെയ്തോളാം. ജാഫർ ഈ ഓഡിയൻസിനെ കണ്ടോ ഈ പ്രോഗ്രാമിന് വന്നേന്ന് തോന്നുന്നു. ജാഫറെ, താങ്കൾ പോയൊരു പ്രോഗ്രാമില് താങ്കളുടെ പ്രോഗ്രാം മുടക്കാനായിട്ട് ഒരു സംഘം കക്ഷികൾ വന്നെന്ന് പറഞ്ഞു. തവളകള്
എന്റെ പ്രോഗ്രാം അല്ല, അല്ലയോ? ഞങ്ങളുടെ ട്രൂപ്പിന്റെ അബീക്കാടെ പ്രോഗ്രാം. പിന്നെ അയ്യോ, അബിയുടെ കൊച്ചിൻ പ്രോഗ്രാം സാഗർ. തവള മുടക്കി. അതൊരു വലിയ സംഭവം തന്നെയാണ്. കൊച്ചിൻ സാഗർ. ഓ, അത് ചെറിയ കാര്യമല്ലല്ലോ. ഈ തവളയൊക്കെ എന്തൊരു ബോധമുള്ള തവളയായി രാജ്യത്ത്, അല്ലേ? അതെ. ആ. ഈ കഥ പറയുമ്പോഴേ ആ. ഇപ്പൊ ഈ സാഗറില് അബീക്ക എന്ന് പറയുന്ന അദ്ദേഹവും ഷിയാസിക്കായും മരണപ്പെട്ടു. അവർ രണ്ടുപേരും ഇല്ല. ബാക്കി എല്ലാവരും ഈ കഥ കേൾക്കും. ഉണ്ട്. ഈ ഇപ്പൊ ഞാൻ ഈ പറയുന്ന കേൾക്കില്ലേ, അവര് കേക്കട്ടെ. കേൾക്കണം. ആ. അപ്പൊ കണ്ണൻ സാഗറൊക്കെ നമുക്ക് ഫേമസ് അല്ലേ? അത് നമുക്ക് നോക്കാം. സാഗർ കണ്ണനൊക്കെ അങ്ങനെ നമ്മളെ പ്രോഗ്രാമിന് എത്തുന്നു. അങ്ങനെ മലപ്പുറത്ത് പ്രോഗ്രാമിനങ്ങ് ചെന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ശരിക്കും സൗണ്ട് സിസ്റ്റം ഒക്കെ ഓപ്പറേറ്റ് ചെയ്താണ് ഈ ട്രൂപ്പിൽ വരുന്നത്. അല്ല, അതൊക്കെയായിരുന്നു ആദ്യത്തെ പരിപാടി. ആദ്യത്തെ പരിപാടി എന്റെ ഇതും മൈക്ക് ഓപ്പറേറ്റർ ആയിരുന്നു. അല്ല, ഞാൻ മൈക്ക് ഓപ്പറേറ്ററിൽ ഉപരി ഇലക്ട്രോണിക്സ്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, വൈൻഡിങ് ഒക്കെ ഇടുക്കിയിൽ പഠിച്ച. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഈ ഓപ്പറേഷൻ വലിയ മിക്സറൊക്കെ ഇല്ലേ, അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം. പിന്നെ അതൊക്കെ പണിയുണ്ട് കേട്ടോ. ഞാൻ ട്രൂപ്പിൽ കുറവുണ്ട്. പിന്നെ ഞാൻ ട്രൂപ്പിൽ ഓപ്പറേറ്റ് ചെയ്ത എല്ലാവർക്കും അറിയാൻ സാറേ, നമ്മുടെ എല്ലാ പിള്ളേർക്കും അറിയാം, നസീറിന് അറിയാം. അപ്പൊ അങ്ങനെ ഈ പരിപാടി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു മഴയങ്ങ് പെയ്തു. പരിപാടി സ്ഥലത്ത് ചെന്നത് ചെറിയൊരു മഴ പെയ്തു. ആ മഴ പെട്ടെന്ന് അങ്ങോട്ട് ഒരു 10 മിനിറ്റ് അങ്ങ് പെയ്തിട്ട് നിന്നു. അപ്പൊ ഒരു പാടമാണ്. പാടത്ത് ചുറ്റിങ്ങനെ തെങ്ങൊക്കെ വെച്ചിട്ട് ഒരു പാടത്ത് സ്റ്റേജും മയങ്ങി ഏതാണ്ട് ഒരു 5:05 ചെന്ന് ഈ മഴയങ്ങ് പെയ്തു. മഴ പെയ്തിട്ടിപ്പോൾ ചുമ്മാ ഈ സാധനമൊക്കെ കണ്ടത്തിൽ കൂടെ ഇങ്ങനെ പിടിച്ച് 2-3 പേര് പിടിച്ചല്ലേ മിക്സറൊക്കെ കൊണ്ടുപോണേ. അത് ഇറക്കിക്കൊണ്ട് പോകണ വഴിക്ക് ഒരു ശകലം വെള്ളം, ഒരു കണ്ണങ്കാലിൻ്റെ അവിടം വരെ വെള്ളമായിട്ട് എല്ലാവരും പാൻറ് തീർത്ത് കയറ്റി. നിലത്ത് വെക്കത്തില്ല, വരമ്പേ കുത്തിയല്ല. എന്നിട്ട് പാൻറ് തീർത്ത് കയറ്റി നേരെ കൊണ്ടുപോയി അവിടെയൊക്കെ സ്റ്റാൻഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. ഇത് സെറ്റ് ചെയ്തിങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പരിപാടി തുടങ്ങാനായിട്ട് പോയി അബീക്ക കയറി സ്റ്റേജിൽ പ്രസംഗിക്കുവാണ്. ഞങ്ങളുടെ ഇത് സാധാരണ ഒരു മിംസ് പരേഡല്ല, ഇത് ഡ്രാമയാണ്, കോമഡി ഡ്രാമയാണ്. ഇതിന്റെ പേര് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഞാൻ ഓപ്പറേറ്ററായിട്ട് വേണം, ഞാൻ അഭിനേതായിട്ടല്ല. അടുത്ത ഡ്രാമയിൽ ഞാൻ മെയിൻ ഒരു വേഷം ചെയ്യുക. അപ്പൊ ഞാനിവിടെ ഈ വർഷം എന്നെ പിടിച്ചിട്ടേക്കുക, ഞാൻ ഓപ്പറേറ്റ് ചെയ്യാൻ ചെയ്തത്. അപ്പൊ അബിയൊക്കെ പ്രസംഗിച്ചോണ്ടിരിക്കുന്നത് ഒച്ച എവിടുന്നു, ഒരെണ്ണം കേട്ടുള്ളൂ. അത് എന്തിന്റെ ആണെന്നറിയാൻ പാടില്ല. പെട്ടെന്ന് ഈ അബിയൊക്കെ മയക്ക് വിട്ട് ഇങ്ങനെ നോക്കി എന്തോരം ഒച്ച കേട്ടു, മിണ്ടില്ല. പിന്നെ തുടർന്നു. അപ്പൊ പരിപാടി അങ്ങ് തുടങ്ങി. ഒരു പ്രൊജക്ടർ, ഞാനിവിടെ നിന്ന് വിടണം പ്രൊജക്ടർ നോക്കി, അത് അവതരണഗാനം അങ്ങ് തുടങ്ങി കഴിയുമ്പോൾ അബീക്ക അങ്ങ് വലിഞ്ഞു. ഇങ്ങനെ അവതരണഗാനം കഴിയാറായപ്പം ഈ പെട്ടെന്നൊരു മഴയും വന്നിട്ട് ഒരു 5-8 മിനിറ്റ് പെയ്തിട്ട് ഭയങ്കര തുള്ളിയിൽ ഈ മഴയും കൂടി പെയ്തു. മഴ പെയ്തങ്ങ് പോയി. അപ്പൊ ഒരു ഇച്ചിരി വെള്ളത്തിന് ഏറ്റം ഉണ്ടായി. ആ സമയത്ത് അപ്പൊ അല്ല 7 മൈക്കാ സെറ്റ് ചെയ്ത ഡ്രാമയല്ലേ, ഷുവർ മൈക്ക് കയറുന്ന ഇവിടെ 2 സെന്റർ, പിന്നെ ക്വാർട്ടർ ഫോമിന്റെ അവിടെ നാടകമല്ലേ, നാടകം. ഒരു തവള അവിടെ നിന്ന് കരഞ്ഞ് ഇതൊക്കെ പിടിച്ചു വലിയ സ്വരത്തിൽ വന്നു. കലപിലേ ഇത് മാക്കാൻ കാലം പറഞ്ഞു, ഈ തവളക്കാലം പറഞ്ഞു. ഈ പച്ച തവള മഞ്ഞച്ച് വരുമ്പം ഇവര് ഈ ബ്രീഡിങ് കിടക്കണ എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സമയം ഊത്ത കയറി വന്ന ഈ കണ്ട സ്ഥലത്ത് മൊത്തം തവള. തവള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3/4 കിലോ ഒരു തവള, ഭയങ്കര തവള. തവള അങ്ങോട്ട് കയറി കരച്ചിൽ തുടങ്ങി. പറഞ്ഞായി അങ്ങനെ കരഞ്ഞു കരഞ്ഞ് ഒച്ചപ്പാട് പരിപാടി നിർത്തിയല്ലോ. സംഘാടകർ കയറി വന്ന് നിർത്ത ഇതിന്റെ അമർച്ച നിർത്തിയിട്ട് നമുക്ക് തുടങ്ങാന്നും പറഞ്ഞ് നിന്നിട്ട് അമർച്ച നിർത്തണല്ലോ. തവളകളെല്ലാം നിശബ്ദരായിരിക്കണം അനൗൺസ് ചെയ്തു. തവള എല്ലാം കൂടെ കൂടി തരുണൊക്കെ ഉണ്ട് ഈ പരിപാടിക്ക്. തരുൺ അമേരിക്കയിലുള്ള എല്ലാം സ്തംഭിച്ച്. ഒന്നാമതൊരു പരിപാടി കിട്ടുക പറഞ്ഞാൽ 400 രൂപ ശമ്പളം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പരിപാടി സംഘാടകര് പെട്ടെന്ന് പറയും ഇത് നിർത്തൂല, മഴ പെയ്താ ഒരു പരിപാടി ക്യാൻസൽ, പകുതി പൈസ തരും. അല്ല, യഥാർത്ഥത്തിൽ ഈ ലോക ചരിത്രത്തിൽ സ്ഥാനം നേടി നിങ്ങൾ ക്ഷുദ്രജീവിയായിട്ട് കേരളം പ്രഖ്യാപിച്ചത്. ക്ഷുദ്രജീവികളുടെ ശല്യം മൂലം ഈ പരിപാടി മാറ്റി വെച്ചിരിക്കുന്നു അല്ലെ. നസീർ സംക്രാന്തി, താങ്കളെ ഒരു ക്വിസ് മത്സരത്തിന് സമ്മാനം കൊടുത്തിട്ടുണ്ടോ? ഒരു നമ്മളെ ഒരു ഷോയ്ക്ക് വിളിച്ചതാ. അതെ അതെ. അപ്പൊ അതിന് സമ്മാനം കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചത്. എന്തായിരുന്നു അത് പരിപാടി? എന്തായിരുന്നു അവിടെ? എന്തോ ആൾക്കാരെ SLC പാസ്സായവരെ എന്താ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചടങ്ങ്. അപ്പൊ അതിന് സമ്മാനം അത് ചെങ്ങന്നൂർ അപ്പുറത്തൊരു സ്ഥലത്ത്. അപ്പൊ സമ്മാനം ഇങ്ങനെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമ്മള് തുട്ടു വാങ്ങിക്കുമോ? പിന്നെ പൈസ വാങ്ങിക്കില്ല ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ. അത് നമ്മളെ ബന്ധം നമ്മൾ നേരത്തെ പറയൂ, അതോ എങ്ങനെ അതിന്റെ ഏർപ്പാട് എങ്ങനെയാ? ചിലപ്പോൾ അറിയാത്ത പ്രേക്ഷകർ ഉണ്ടാവുമല്ലോ. ചില സ്ഥലങ്ങളിൽ നിന്ന് വണ്ടിക്കാശ് പോലും കിട്ടാറില്ല. പറഞ്ഞിട്ട് പോയാലും കിട്ടത്തില്ല. പറഞ്ഞിട്ട് വിളിക്കുമ്പോഴേ നമ്മൾ പറയില്ലേ, അല്ല ചില നമ്മുടെ റേറ്റ് ഇത്രയാണ്,
ഇത്രയാണ് ആ. ഇത്രയുണ്ട് വരും. ഇപ്പൊ പോരാങ്കിൽ എന്റെ വാല്യൂ ഇത്തിരി കൂടിയിട്ടുണ്ട്. ഞാൻ ഈ ഇത് ഐറ്റം വേറെ എന്ന പരിപാടി അല്ല സാറേ, അതെ. നമ്മൾ ഒരു ഷോ കട്ട് ചെയ്തിട്ടാണ് ഇതിന് പോകുന്നത്. നമ്മൾ ഈ ഷോ ചെല്ലാവുന്ന ഏറ്റ് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്ത് ഷോ വന്നാലും നമുക്ക് എടുക്കാൻ കേൾക്കാൻ പറ്റൂല. അപ്പൊ അതിന്റെ കാശ് കൂടി നിന്ന് എടുക്കും. അത് നമ്മൾ ഇവിടെ പറയും, ഇവരോട് പറയും. വളരെ മകാമനസ്കത എല്ലാം മാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം. അപ്പൊ അവിടെ ചെന്നപ്പോ ഈ മത്സരം നടത്തുന്ന പെൺകുട്ടി, അപ്പൊ ഞാൻ ചെന്ന് സമ്മാനമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, ഞങ്ങൾ 1-2 കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാം. ആരോട്? എന്നോട് ചോദിച്ചു. എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശ്രമിക്കാം, മറുപടി പറയാണ്ട് ശ്രമിച്ചു നോക്കാം. കുസൃതി ചോദ്യങ്ങളാ? കൊച്ചെന്തൊക്കെയോ ചോദിച്ചു, ഏതാണ്ടൊക്കെയോ കുസൃതി ചോദ്യം എന്നോട് ചോദിച്ചു. ഒന്നും മനസ്സിലായില്ല. ഞാൻ അതെല്ലാം കുസൃതിയായിട്ട് കണ്ടു, ഒന്നിനും മറുപടി പറഞ്ഞില്ല. കാര്യം ഒന്നും അറിയില്ല. അല്ല, അത് മനസ്സിലായി. ഞാൻ നിന്നങ്ങ് വീർത്ത് ചെയ്യും അവിടെ. നമ്മൾ നയിച്ചോണ്ടിരിക്കുക. കാര്യം ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് ഒരു ചോദ്യത്തിന് മറുപടിയും പറയുന്നില്ല. നാട്ടുകാർ പറയും. അപ്പൊ ഞാൻ ചോദ്യം പറഞ്ഞിട്ട് മഹാ വലിയ ചോദ്യങ്ങളെ ചോദിക്കും. ഓരോ കുസൃതി ചോദ്യം ഇതൊക്കെ എന്ത്. പക്ഷെ ഞാൻ അവിടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. പക്ഷേ ചമ്മി നാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ചെയ്യുന്നതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണമല്ലോ. രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞാൻ ഈ കൊച്ചിനോട് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് തിരിച്ചു വെച്ചു. എന്താ ചോദിച്ചേ? ഞാൻ 3-4 ചോദ്യം അങ്ങോട്ട് ചോദിക്കാം, അതിന് ഉത്തരം ഇങ്ങോട്ട് പറയണം. പറയുകയാണെങ്കിൽ ഒരു ചോദ്യത്തിന് 1000 രൂപ വെച്ച് ഞാൻ അങ്ങോട്ട് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഒരു ചോദ്യത്തിന് 1000 രൂപ നോട്ടാണോ? ഒറിജിനൽ നോട്ട്, ഒറിജിനൽ ഇന്ത്യൻ മണി അങ്ങോട്ട് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ കുട്ടി പറഞ്ഞു, സാറ് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ഷൈൻ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഉദ്ദേശം എന്റെ മനസ്സിലുണ്ടല്ലോ. കാര്യം ഈ ആണല്ലോ, നമ്മുടെ ഗ്യാസ് പോയി. ഫസ്റ്റ് ചോദ്യം എടുത്തിട്ടു. അപ്പൊ ഈ കുട്ടി പരതുക പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഓഡിയൻസിൽ ഓർമ്മയുണ്ടോ? ചോദ്യം ഓർമ്മയില്ല, അത് അന്നാ വായി തോന്നി എന്തൊരു ചോദ്യം പറയാൻ പറ്റാത്ത ചോദ്യമോ. അപ്പൊ ഓഡിയൻസ് ഇരിക്കുന്നവരോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമെങ്കിൽ പറയാം, നിങ്ങൾക്കും 1000 രൂപ കിട്ടുന്നതാണ്, ആർക്കും വേണമെങ്കിലും പറയാന്ന് പറഞ്ഞപ്പോ ഒരാളാണ് അവിടെ നിന്ന് നീറ്റ് പറഞ്ഞു, എനിക്കറിയാമെന്ന് പറഞ്ഞു. അയാൾ കറക്റ്റ് ആൻസർ പറഞ്ഞു. 1000 രൂപ പോയി. ഞാൻ കമന്റുകാരെ 1000 രൂപ കൊടുത്ത് പുള്ളി കൊടുത്തേക്കാൻ പറഞ്ഞു. 1000 രൂപ കൊണ്ട കൊടുത്തു. രണ്ടാമത്തെ ചോദ്യം എടുത്തിട്ടു. ഈ പെണ്ണിനോട് ചോദിച്ചു, പറഞ്ഞില്ല. അപ്പൊ ഓഡിയൻസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാന്ന് പറഞ്ഞു. വീണ്ടും അവിടുന്ന് ഒരാൾ പറഞ്ഞു, എനിക്കറിയാന്ന് പറഞ്ഞു. ഈ നസീറിന്റെ അപ്പോഴത്തെ ഭാവം ഒന്ന് ആലോചിക്കുക. അല്ല, ഈ പെൺകുട്ടിയാണെങ്കിൽ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാം, അഥവാ നിനക്കിത് പറയാൻ കഴിഞ്ഞെങ്കിൽ ഓഡിയൻസിനോട് ഞാൻ ചോദിക്കും. അവര് പറഞ്ഞാലും നിനക്ക് തരാനുള്ള 1000 രൂപ ഞാൻ അങ്ങോട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. പെണ്ണിന് അറിയില്ല, അതും അറിയില്ല. ഓഡിയൻസിൽ നിന്ന് പെണ്ണും ചെയ്യുവോ? കാര്യം ഞാൻ ചീക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് പിന്നെയും പറഞ്ഞു, എനിക്കറിയാന്ന് പറഞ്ഞു. അയാൾ കറക്റ്റ് ഞാൻ കമ്മിറ്റിക്കാരെ ഒറിജിനൽ ഇന്ത്യൻ 1000 രൂപ അവിടെ കൊണ്ട് കൊടുത്തു. അപ്പൊ ഈ 1000 രൂപ കൊടുക്കും തോറും നെഞ്ചിടിച്ചോണ്ടിരിക്കുക. ഇവിടെ നിന്ന് കിട്ടിയ ശകലം പൈസയേ ഉള്ളൂ. ആ പൈസ മൊത്തം പോകില്ലെന്നുള്ള ടെൻഷൻ എന്റെ മനസ്സിലുണ്ട്. പിന്നെ ചോദിച്ചോ? മൂന്നാമത്തെ ചോദ്യം എടുത്തിട്ടു. മൂന്നാമത്തെ ചോദ്യം ഈ പെണ്ണിന് അറിയില്ല. അവൻ അവിടുന്ന് കൈപൊക്കി. അവന് ആര് പാർട്ടി നമ്മളെ തകർക്കാൻ വന്ന? ഞാൻ കമ്മിറ്റിക്കാരെ വിളിച്ചു പറഞ്ഞു, അവനെ വിളിച്ച് പുറത്താക്കിയ നിങ്ങൾ ഇതിന്റെ അകത്ത്. അവൻ എന്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാ, അവനെ വിളിച്ച് പുറത്താക്കാൻ പറഞ്ഞു. അവൻ അവിടെ ഇരുന്ന് എല്ലാത്തിനും കൈപൊക്കിട്ട് 1000 മാറ്റം. ഞാൻ വണ്ടിക്കകത്ത് സംസാരിക്കുന്നല്ലേ, അവനിതെല്ലാം അറിയാം. എന്റെ സ്ഥിരമായിട്ട് അവിടെ ചെന്നാൽ ഇതേ എനിക്ക് ചോദിക്കാനുള്ളൂ. അത് അവനറിയാം, അവനത് മുതലാക്കുകയായിരുന്നു. അത് അറിയേണ്ട ഒരു കാര്യം തരുമോ? ശമ്പളം കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ ഈ ഡ്രൈവർ ഇതും ചെയ്യേണ്ട അപ്പുറം അല്ലേ? ഈ കഥ എന്നോട് പറഞ്ഞിട്ടുള്ള ഞാനും പറഞ്ഞു എങ്ങനെ ശമ്പളം കൃത്യമായിട്ട് ഒരു മര്യാദയ്ക്ക് വണ്ടിക്കകത്തിരിക്കേണ്ടി വരും. ഓഡിയൻസിനിടെ ചോദ്യത്തിന് ഉത്തരം പറയണ്ടവൻ. അങ്ങനെ എവിടെ കേട്ടിട്ടുണ്ടോ? ഡ്രൈവർ ആദ്യം അയാൾ ഇവന്റെ ഡ്രൈവർ ആയിരുന്നു, അവിടെ നിന്നാണ് എന്നിലേക്ക് ആയത്. അതെനിക്കത് ജാബർ വിട്ടതല്ലേ? അല്ല, ഞാനിങ്ങനെ ഇത് വന്നു, ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അവന് സ്ഥിരം അവരിങ്ങനെ പറഞ്ഞു അവരിപ്പോ പറഞ്ഞു നടക്കാം. കിട്ടണവര് സാറ് വിളിച്ചാൽ സാറിനോട്. ഇവനിപ്പോ ചോദ്യം ചോദിക്കുന്നവരുടെ കൂടി വർക്ക് ചെയ്യാൻ പോകത്തുള്ളൂ, വണ്ടി ഓടിക്കാൻ പോകത്തുള്ളൂ. കാര്യം ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഇതിലുണ്ടാക്കാമല്ലോ കാശ്. അതാണ് അവന്റെ ഉദ്ദേശം. മാത്രമല്ല അമ്മ അവിടെ നിന്ന് മറുപടി പറയുമ്പോഴേ സംക്രാന്തിക്ക് പറയാൻ പറ്റും, എന്റെ ഡ്രൈവർ അത് ഡ്രൈവർമാരൊന്നും ഇനി പങ്കെടുക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ? നമ്മളവിടെ ഒന്ന് ചീക്കാൻ വേണ്ടി ചെയ്താണല്ലോ. അന്ന് കിട്ടിയ പൈസ എല്ലാം അങ്ങനെ. ഇതിന്റെ ഇടയിലെങ്ങാനും അവൻ വന്നിട്ടുണ്ടോന്നൊരു സംശയം. ഇവിടെ ഇല്ല. കുട്ടിയേട്ടൻ എന്തോ പറയാൻ വന്നു. കുട്ടിയേട്ടൻ ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ അളിയൻ നസീർ സംക്രാന്തി. നമസ്കാരം. ജാഫർ ഇടുക്കി, താങ്കൾക്കും നമസ്കാരം. മിസ്റ്റർ ജാഫർ ഇടുക്കി, താങ്കളെ കുറിച്ച് ഒരു കാര്യം കുട്ടിയേട്ടന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് താങ്കളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ താങ്കളുടെ പേര് ജാഫർ എന്നല്ല ജബ്ബാർ എന്നാണെന്ന് മനസ്സിലാക്കുന്നു. ജബ്ബാറാണോ?
അയ്യോ ജബ്ബാർ ഇടുക്കി എന്നാലും കുഴപ്പമില്ലായിരുന്നു അല്ലേ? എന്റെ അതെ അത് പിന്നെ വലിയ കഥയാണ്. കൊച്ചായിട്ട് പറയൂ എന്നാന്ന് കൊച്ചായിട്ട് പറ. ആ നീട്ടാൻ പറ്റില്ല. നമുക്ക് രാവിലെ പോകണം. അതേ ഉള്ളൂ, അതേ ഉള്ളൂ. എന്നാ പിന്നെ സാറേ ഞാൻ ഒരു ചായ അല്ല സാർ, അത് പരിപാടിക്ക് അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെന്നെല്ലാം ബോക്സ് ഒക്കെ ഇറക്കണതിന് മുമ്പ് ഞങ്ങളെല്ലാം ഇറക്കാൻ കയറുമ്പോൾ ഒരു ചായ പറയും ഞാൻ ചായ കുടിച്ചിട്ട്. എനിക്ക് മനസ്സിലായി. പിന്നെ തിരിച്ചു വരുമ്പോൾ ചായ കുടിച്ചോളൂ തോന്നത്തില്ല. ആ ഇല്ല, അപ്പൊ ചായ കുടി അവിടെ ചെന്നിരിക്കുക കട കാര്യം മനസ്സിലായി. സംഗതി എന്റെ ഒഫീഷ്യലായിട്ടുള്ള ഇപ്പൊ ബാങ്കും കാര്യങ്ങളും ഒക്കെ ഉള്ള SSS ഒക്കെ ജബ്ബാറാ. പക്ഷെ എന്റെ പേര് എനിക്ക് ആദ്യം ഇട്ട് ജാഫറ. ആദ്യം ജാഫറിനായിട്ട്. അപ്പൊ പക്ഷെ ഇപ്പോഴും ജാഫറാ. ഈ ജബ്ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാടേരിയ, നമ്മുടെ കാടേരിയ. അന്ന് അംഗൻവാടിയില്ല, അതുപോലെ തന്നെ ഇതില്ല, കളരിയുള്ളൂ. കളരി ആശാൻ. അത് നമ്മൾ ഗാഡിയൻ കൊണ്ട് തള്ള അപ്പനോ ആരെങ്കിലും കൊണ്ടേ വിട്ട് കഴിഞ്ഞാൽ അവര് മണലിലടിച്ച് തിരിച്ച് വരുന്ന ആള് നിൽക്കണം. അപ്പൊ അന്നത്തെ ഇത് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ പറമ്പിലും അവരൊക്കെ പണിയാനൊക്കെ പോകും. അപ്പൊ ഏൽപ്പിക്കാൻ സ്ഥലമില്ല. അപ്പൊ അങ്ങനെ തന്നെ 4 വയസ്സിൽ കൊണ്ട് ചേർത്ത് 4 വയസ്സ് കൊണ്ട് പള്ളിക്കുറിച്ച് ചേർത്തപ്പോ ഞാൻ എനിക്ക് 1.25 അടിയും കണ്ടുള്ളൂ എന്റെ ഒക്കെ. ഒരു മാസം കഷ്ടി പള്ളിക്കുറിച്ച് പോയി. അവിടെ ഒരു ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ മ്യൂസിയം ഒക്കെ ഇത്രയായിട്ട് എനിക്ക് അടുത്തിടെ ചേർത്തലിൽ വെച്ച് അങ്ങനെ മരണപ്പെട്ടു വരുന്നത് ഞാൻ അറിഞ്ഞ്. അപ്പൊ ഇദ്ദേഹം വന്നാൽ മതി. ബെല്ലില്ലാത്ത ഒരു സ്കൂളായിരുന്നു ഞങ്ങള്. ബെല്ല് വേണ്ട. ഇദ്ദേഹം വന്നാൽ ഒരു മരം നിപ്പണ്ടി ഞാവലിന്റെ കാട്ടിയാറ അവിടെ നിന്ന് കേടിക്കും. പിള്ളേര് എല്ലാം പള്ളിക്കുറത്തിൽ കയറും. അത് കഴിഞ്ഞിട്ടാ ബെല്ലടി. ബെല്ല് വേണ്ട. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് ബെല്ലടിക്കും. ഇങ്ങനെ ഈ സാറ് പിരീഡിൽ വന്നു കഴിയുമ്പോഴത്തേക്കും എന്റെ പണിക്കൂട്ട് കഴിഞ്ഞു. പിന്നെ എന്നെ പറഞ്ഞ് വീട്ടിൽ വിടുക. കുരുത്തക്കേടല്ല കാണിക്കണേ. ഇങ്ങനെ കാണുമ്പം ഞാൻ വേറെ രീതിയായി. പിന്നെ എന്നെ കുളിപ്പിച്ച് ഉറക്കി എടുക്കണം. മൂത്രം ഒഴിക്കുന്നു. മൂത്രമൊക്കെ ആണെങ്കിൽ പിന്നെയും സഹിക്കാം. നേരെ വീട്ടിലേക്ക് ഇങ്ങ് പറഞ്ഞു വിടും. ആ നേരെ വീട്ടിലേക്ക് പോകാൻ നേരത്തെ പലര് ഇവന്റെ വീട് എവിടെ, ഇവനെ കൊണ്ടുവിട്ട് പലര് കൈ കാണിക്കും. അടുത്തുള്ളവര് പിന്നെ പറഞ്ഞല്ല പിന്നെ പറഞ്ഞോ. ഏത് നേരെ പോയി അങ്ങനെ ഈ പിന്നെ തള്ളയൊക്കെ പണിസ്ഥലത്ത് വന്നിട്ട് എന്തോ പറ്റിന്നൊക്കെ പറഞ്ഞ് തലവേദന എന്നൊക്കെ പറഞ്ഞ് ഓടി വരാൻ. നസീർ അന്നേ ഒരു പേര് വീണ് കാണും, നിക്കറേ. അതൊക്കെ ഇഷ്ടംപോലെ. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോ എന്റെ മാപ്പാടെ ഈ സാറ് പറഞ്ഞു ആ പയ്യനെ ഇക്കൊല്ലം വിടണ്ട, അവന് പേടിയാ, എന്നെ മൊത്തത്തിൽ പേടിയാ. സംഭവിക്കുന്നതാണോ? അതെ അതെ, പേടിയായിരുന്നു. അവര് പോയി ഒരു അടുത്ത കൊല്ലം 5 വയസ്സ് കോളേജ് വിദ്യാഭ്യാസം വരെ പോയോ ഈ പരിപാടി? ഇല്ല, കോളേജല്ലേ പറയാലോ. ഇതിന്റെ എന്റെ ഉണ്ട്. എന്നിട്ട് ഇത് വന്നപ്പോ പറഞ്ഞു ഈ കൊച്ചിനെ കൊല്ലം വിടണ്ട. പിറ്റേ വർഷം കൊണ്ടുപോയി അവിടെ ചേർക്കാൻ പോയപ്പോ ക്ലർക്ക് തന്നെയാണല്ല. അപ്പൊ നോക്കിയപ്പം ജാഫർ അമ്മാകുന്നേൽ മൊയ്തീൻകുട്ടി അമ്മാകുന്നേൽ. അപ്പൊ ഇത് കണ്ടപ്പോ അയ്യോ വാപ്പാട് അയ്യോ ഈ കൊച്ചിനെ ഈ പേരിൽ ചേർക്കാൻ പറ്റില്ല, ഈ പേരിൽ ചേർക്കാൻ പറ്റില്ല. വാപ്പ ഓർത്തി സ്കൂളിൽ ചേർക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ വാപ്പ ആന സാറേ അങ്ങനെ പറയണേ, കൊച്ചിനെ കഴിഞ്ഞ പോലെ അതായിക്കാ പ്രശ്നം, കഴിഞ്ഞ കൊണ്ട് ഇതേ പേരിലൂടെ ചേർത്തില്ലേ, അപ്പൊ അതുകൊണ്ട് വേറൊരു പേരിട്ടാ മതി എന്ന് പറയുമ്പോ. അപ്പൊ ഇപ്പൊ ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ 1500 പേരിന്റെ ബുക്ക് 7 എണ്ണം മേടിച്ചു വെച്ചിട്ടാണ്. അന്ന് വാപ്പ ഓഫീസിൽ 1 സെക്കൻഡ് കൊണ്ട് വന്നിട്ടേ അത്രേ ഉള്ളു. അങ്ങനെയാണെങ്കിൽ ജാബർ ഇപ്പോഴത്തെ ജാബർ ജബ്ബാർ നിട്ട് അങ്ങനെ ജബ്ബാർ നിട്ട് അങ്ങനെയാണ് കുട്ടേട്ടാ. നമ്മുടെ നിക്കറുമായിട്ട് ബന്ധമുണ്ട്. അയ്യോ ആണാണ് ബോസ്. നസീർ സംക്രാന്തി, താങ്കൾക്ക് 12 വയസ്സുള്ള സമയത്ത് ഒരു ഊമക്കത്ത് വന്നിരുന്നല്ലോ? അത് വന്നിരുന്നു. അതൊരു 10, 12, 13 വയസ്സൊക്കെ ഉള്ളപ്പോഴാ കുട്ടേട്ടാ നസീർ ഊമക്കത്ത് വന്നോ? എനിക്കൊരു ഊമക്കത്ത് വന്നു. അല്ല കൊന്നുകളയെന്നും പറഞ്ഞാ വന്നേ. മേലിൽ പ്രോഗ്രാമിന് നടന്നിട്ടുണ്ടെങ്കിൽ കൊന്നുകളയുന്നൊരു അതാണ്. അല്ല, 13ാമത്തെ വയസ്സിലൊന്നും മിമിക്രിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇല്ല. അന്ന് ഈ ചെറുതായിട്ട് ഇവൻ പറഞ്ഞ പോലെ ഫീമെയിൽ ടോണില് പാട്ടായിരുന്നു. ഫീമെയിൽ വേഷം കിട്ടിയിട്ടില്ല. അല്ല, ഉണ്ട്, ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അവസാനം മമ്മൂക്ക പറഞ്ഞു, മമ്മൂക്ക പറഞ്ഞിട്ടാണ് ഞാൻ നിർത്തിയത്. അങ്ങനെയൊക്കെ പറയണെങ്കിലേ എത്ര മോശമായിരിക്കും. അപ്പം പറഞ്ഞു വന്ന ഇതാണ് സംഭവം. ഈ ഊമക്കത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ 15 പൈസയുടെ കാർഡുണ്ടല്ലോ, ഈ കാർഡിൽ എനിക്കൊരു ലെറ്റർ വന്നു വീട്ടിൽ. സംഭവം ഇതാണ്: നിങ്ങളെ കൊച്ചിൻ രാഗശ്രീ എന്ന് പറയുന്ന ഓർക്കസ്ട്രയിൽ പാട്ട് പാടാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ ഇന്റർവ്യൂവിനും പോയിട്ടില്ല, ഒന്നിനും പാട്ടുണ്ട്. അത് ഇതെങ്ങനെ ഇത് കിട്ടിയെന്നുള്ളത് നമ്മൾ തന്നെ അന്തം വിട്ടു പോയി. ഇതെങ്ങനെ വന്നു? അപ്പം അത്ര നല്ല പാട്ടായിരിക്കും എന്റെ വിചാരിച്ച് ഞാൻ പിറ്റേന്ന് രാവിലെ 3-ാം തീയതി ചെല്ലണമെന്ന് പറഞ്ഞ് അന്ന് രാവിലെ എണീറ്റ് അവിടെ ചെന്ന് വാതിക്ക മുട്ടിയപ്പം അന്ന് കോളിംഗ് ബെല്ലൊന്നുമില്ല. ഒരാൾ ഇറങ്ങി വന്നു. എന്താ ചോദിച്ചു. അല്ല, ഇവിടെ പാടാൻ ആളെ എന്നെ സെലക്ട് ചെയ്തെന്നും പറഞ്ഞായിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ട് വന്നാന്നു. ആര് പറഞ്ഞു? അല്ല, ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാ. ഇവിടെ നിന്ന് ലെറ്റർ വിട്ടായിരുന്നല്ലോ നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു പറഞ്ഞൊന്നും പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് അങ്ങനെ ഒരു ലെറ്റർ ഒന്നും വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഈ കാർഡ് എടുത്ത്, ഈ 15 പൈസയുടെ കാർഡില്ലേ, പോസ്റ്റ് കാർഡ് എടുത്ത് കയ്യിലേക്ക് കൊടുത്തു. അവർ വായിച്ചു, ഇത് ഇവിടെ നിന്ന് വിട്ടല്ലോ, ഇത് നിങ്ങളെ ആരോ പറ്റിച്ചാന്ന് പറഞ്ഞു.
ആ അപ്പൊ ഞാൻ ആലോചിച്ചാ എന്നെ ഈ 13 വയസ്സുള്ള ആരും എന്നെ പറ്റിക്കാനായിട്ടാ ഈ കാർഡും ഒക്കെ അയച്ചിട്ട്. അപ്പൊ ഞാനും വേറെ ഒരുത്തിനും കൂടെ ഒരുമിച്ച് ഈ പരിപാടിക്കൊക്കെ പൊക്കോണ്ടിരുന്ന, പാട്ട് പാടാനൊക്കെ പൊക്കോണ്ടിരുന്നു. ആരായിരിക്കും എന്ന് ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇവൻ ആയിരിക്കും. കാര്യം ഇവന്റെ ഇങ്ങനത്തെ കുരുത്തക്കേടൊക്കെ ഉള്ളൂ, ഉണ്ട്, ഇവൻ ആയിരിക്കും. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അതായത് ഞാൻ വന്നതല്ലേ, ഞാൻ ഒരു പാട്ട് പാടിയിട്ട് നിങ്ങൾ നല്ലതാണെങ്കിൽ എടുക്ക്. ഇല്ല, ഇവിടെ പാടാനായിട്ട് ഒന്നാമത് വലിയ ആൾക്കാരൊക്കെ പാടുന്നവരുണ്ട്, ചെറിയ പിള്ളേർ വേണ്ട, പിള്ളേരല്ലേ, അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടു. എന്നിട്ട് തിരിച്ചു പോകാൻ വണ്ടിക്കൂലി ഉണ്ടോ? ഞാൻ പ്രതീക്ഷ വന്ന എന്താ ഇവരെടുക്കും, എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ എന്തേലും ചെറിയ വണ്ടിക്കൂലിയാലും തിരിച്ചു പോകുമ്പോൾ തരുമെന്ന് പറഞ്ഞിട്ട് അവരൊന്നും തന്നില്ല. വണ്ടിക്കൂലിയില്ല. ഞാൻ ചോദിച്ചില്ല, ചോദിക്കുന്ന നമുക്ക് നാണക്കേടാണല്ലോ. എന്നാ ഇത് അവിടെ നിന്ന് 13 കിലോമീറ്ററാണ് സംക്രാന്തിക്ക്. ഈ കാണക്കാരിൽ നിന്ന് സംക്രാന്തി വരെയും 13 കിലോമീറ്റർ നടന്നു. തിരിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി, വീട്ടിൽ ചെല്ലാതിരിക്കാൻ പറ്റിയല്ലോ. അങ്ങനെ വീട്ടിൽ ചെന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇവനടുത്ത് എന്താണ് തിരിച്ചൊരു പണി കൊടുക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഒരു 3-4 വർഷം അങ്ങനെ അങ്ങ് പോയി. 4 വർഷം കഴിഞ്ഞപ്പം ഈ കാർഡിന്റെ ഇച്ചിരിയും കൂടെ മാറ്റം വന്ന് ഇല്ലൻ്റായി വരുന്ന സമയം. ഇല്ലൻ്റ് ഉണ്ടെന്നേരം, അന്നേരം പൈസ ലാഭം നോക്കി നമ്മൾ കാർഡാണല്ലോ നയിക്കുന്നത്. ഞാനൊരു ലെറ്ററിന്റെ അകത്ത് അയച്ചു, നിന്നെ കലാഭവനിൽ പാടാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നു താങ്കളെ, നിങ്ങൾ കലാഭവനിൽ വരികയെന്ന്. ഇവൻ ഇതേപോലെ ഈ ലെറ്ററുമായിട്ട് എന്നെ കൊണ്ട കാണിച്ചു. ഞാൻ പറഞ്ഞ ചെല്ലു നല്ല ചാൻസാ കലാഭവനിലേക്ക്. അതാകുമ്പോ ഇച്ചിരി ദൂരെ കൂടുതൽ, എറണാകുളം വരെ പോകണം. ഞാൻ 13 കിലോമീറ്റർ, മറ്റേത് 70 കിലോമീറ്റർ നടക്കണം. ഇവൻ ഈ ലെറ്ററുമായിട്ട് രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി ഉമ്മയുടെ കാലയിലൊക്കെ തൊട്ട് പോവാന്ന് പറഞ്ഞ് നേരെ അവിടെ ചെന്നു. കലാഭവനിൽ ചെന്നു. അച്ഛന്റെ മുറിയുടെ വാതിക്കൽ ചെന്നു. അച്ഛന്റെ മുറിയുടെ വാതിക്കൽ ചെന്ന് അച്ഛൻ കുറെ നേരമായിട്ട് നോക്കുന്നുണ്ട്. അടുത്ത വാതിക്ക് വന്ന് ഇങ്ങനെ നിപ്പുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. അച്ഛൻ കയറി വാ, കയറി ചെന്നു. എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇന്ന പോലെ ഇവിടെ പാടാനായിട്ട് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്ന് റിഹേഴ്സൽ തുടങ്ങുന്ന ദിവസമാണ്, ഇന്ന് വരണമെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി ഞാൻ വന്ന. ആര് പറഞ്ഞു? അല്ല, ഇവിടുന്ന് കത്ത് വന്നായിരുന്നു അച്ഛാ. ഇവിടെ നിന്ന് ആരും കത്ത് അയച്ചിട്ടില്ലല്ലോ. ഇല്ല അച്ഛാ, വന്നു ദേ എന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തു. അച്ഛൻ വായിച്ചു വീട്ടു പറഞ്ഞു, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കത്ത് അയച്ചിട്ടില്ല, ഇവിടെ നിന്ന് ഇവിടുന്ന് ലെറ്റർ പാഡിലേ അയക്കുള്ളൂ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ഇങ്ങനെ ഒന്നും വിളിക്കാറുമില്ല ഞങ്ങള്. നല്ല നല്ല പാട്ടുകാരെ നോക്കി സെലക്ട് ചെയ്തിട്ട് അവരെയാണ് ഞങ്ങൾ വിളിക്കാറ്. അല്ലാതെ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരാളെ ഞങ്ങൾ വിളിക്കാറില്ല. നിങ്ങളെ ആരോ പറ്റിച്ചാന്ന്. അപ്പൊ ഇവൻ ആലോചിച്ച് കാണും ഇത് ആരായിരിക്കും. അന്ന് 4 വർഷം മുമ്പ് എനിക്കിട്ടൊരു പണി അവൻ തന്നെയായിരിക്കും. അവൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അവൻ ആദ്യം അവന്റെ വീട്ടിൽ പോകാതെ എന്റെ വീട്ടിലാണ് വന്ന്. നീ തിരിച്ച് പണിതല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പണിതട ഇച്ചിരി മൈലേജ് കൂടി പോയില്ലേ. ശകലം 70 കിലോമീറ്റർ. അവന്റെ കാശുണ്ടായിരുന്നു. അവന്റെ കാശാണ് ഉള്ള വീട്ടിലെയാ. നമ്മളില്ലാത്ത എനിക്ക് ആ എല്ലാ വരിയും കൂടെ ഈ 70 കിലോമീറ്റർ ഞാൻ തീർത്തെടുത്തുന്നുള്ള. ജാഫർ ഇടുക്കി നല്ല ദേഷ്യമൊക്കെ വരുന്ന ആളാണോ? അയൽവാസികളെയൊക്കെ ചീത്ത പറയൂ? ആ ചുരുളി സിനിമയെ കണ്ടു. ഈ പടത്തിന്റെ ഷൂട്ടിങ്ങിന് ഇവനെ വിളിച്ചപ്പോഴേ ഇവന്റെ വൈഫും ഒക്കെ കൂടി ഷൂട്ട് കാണാനായിട്ട് പോയി. ഫസ്റ്റ് സീൻ എടുത്തോണ്ട് കഴിഞ്ഞിട്ട് അവര് ഇവനോട് പറയാതെ തന്നെ തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ ഒരു 6-7 മാസം ഇവനുമായിട്ട് മിണ്ടിയിട്ടേ ഇല്ല. എടുത്തതിന് ശേഷം പുറത്ത് പറയാനുള്ളത് ഇത്രയും തെറി നാട്ടിൽ പറഞ്ഞ അവര് കേട്ടിട്ടില്ല. അതെ, പക്ഷേ ജാഫർ അത് വളരെ സ്വസിദ്ധമായി ചെയ്തിരിക്കുന്നു. അതെ, കേട്ട് പരിചയമുള്ളതുപോലെ. താങ്ക് യു. അല്ല, വീട്ടിൽ നിന്ന് 2 ദിവസം ആഹാരം കൊടുത്തായിരുന്നു. മൊത്തം 125 പേർക്ക് എന്റെ വീടിന്റെ തൊട്ടടുത്ത്. ഈ ഷൂട്ടിംഗുകാർക്ക് തൊട്ടടുത്തല്ലേ, 20 മിനിറ്റ് യാത്രയോടെ എന്റെ വീട്ടിൽ നിന്ന് ഈ ലൊക്കേഷൻ കാട്ടില്. അവിടെ ഭക്ഷണം കൊടുത്തുള്ളൂ. പക്ഷെ അവിടെ നടന്ന സംഭവം എന്റെ മക്കളല്ല വന്ന്. ഈ ഡയറക്ടർ സാർ അവിടെ ഇരിക്കുമ്പം എല്ലാവരും കൂടി ഇരിക്കുക. ലിജോ സാറൊക്കെ ഇരിക്കുമ്പോഴത്തേനും ഒരു അപ്പൊ അദ്ദേഹം അല്ലല്ല അവിടുത്തെ ഒരു മെമ്പറും അവിടുത്തെ ആരോ വന്നു, ഒരു ടീച്ചറും എല്ലാം കൂടി വന്നു. സാറേ, ഞങ്ങളുടെ LP സ്കൂൾ ഇവിടെ 28 കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണ്, സ്കൂളാണ്. അപ്പം സാറിന്റെ ഷൂട്ടിങ് ഒന്ന് കാണാനായിട്ട് നാളെ കുട്ടികളെ എന്ന് പറഞ്ഞപ്പോ കുറച്ചുകൂടി നിലവാരം കൂടി സിനിമയാണ്, കുട്ടികൾക്ക് മനസ്സിലാകത്തില്ല. അല്ല, അത് എന്നാന്ന് പറയാ അത് എന്ന് പറയുമ്പോ അയ്യോ സാറേ അതെന്നാ ഞങ്ങൾക്ക് ഈ ഗ്രാമത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടില്ല അതുകൊണ്ടാ ആദ്യമായിട്ട് കാണാൻ. സാർ ഒന്നും പറയത്. അപ്പൊ ഇങ്ങേർക്ക് പറയണമെന്നുണ്ട്. അയ്യോ വരല്ലേ എന്ന് പറയണത്. പ്രസിഡന്റ് മെമ്പറേന്നും പറഞ്ഞ് പോയി. നേരം പെടുത്തപ്പോ 28 പിള്ളേരില്ല ഇങ്ങനെ റിബണൊക്കെ കെട്ടി ലൈനായിട്ട് വന്നു. അങ്ങോട്ട് കയറി ലുക്മാൻ ഞാനൊക്കെ കൂടിയുള്ള അറമ്പന്ന സാധനം അങ്ങോട്ട് കേറി വന്ന വഴിക്ക് എല്ലാവരും ഉണ്ട്. വിനയ് പോട്ട്, നമ്മുടെ ചെമ്പൻ, ഇതെല്ലാവരും ഇരിക്കും അകത്ത്. പിള്ളേർക്ക് സിനിമാടന്മാരൊന്നും മനസ്സിലായി. എല്ലാം ഈ ചാക്കിന്റെ പോലത്തെ കളറുള്ള ഡ്രസ്സൊക്കെ അല്ലേ. പിള്ളേരിങ്ങനെ നിന്നിട്ട് ഈ നടന്മാരെ നോക്കുന്ന സമയത്ത് ഈ ഡയലോഗ് നടക്കുമല്ലേ, അയ്യോ ഇറങ്ങി ഓടി. അത് ടീച്ചർ അങ്ങാട് പോയി, മെമ്പർ ഇങ്ങാട് പോയി, 3 ടീച്ചർ ഇങ്ങാട് ചെതറിപ്പോയി ഈ സാധനം. അതാണെന്നേ. അത് ഇവൻ എന്റെ വൈഫും പിള്ളേരും വന്ന് കേട്ടാ. അല്ല, ആരാലും ചെതറിയല്ലോ. ഈ നസീറെ, ഒരു
മിമിക്രി കളിക്കാൻ പോയടത്ത് നാടക സംഘത്തിന്റെ പറ്റിയായിരുന്നു. മൊത്തം പറ്റീരാ ഇതിന്റെ ജീവിതത്തിലുള്ളത്. എന്തായിരുന്നു അത്? അത് സംഭവം എന്താ വെച്ചാൽ ഞങ്ങളുടെ മിമിക്രിക്ക് മുമ്പ് അവിടുത്തെ ക്ലബ്ബുകാര് ഈ സംഘടനയുടെ ആൾക്കാരെല്ലാരും കൂടി ഒരു നാടകം അവിടെ നടത്തുന്നുണ്ട്. നാറാണത്ത് പ്രാന്തൻ എന്നാണ് നാടകത്തിന്റെ പേര് കൊള്ളാം. അപ്പൊ നല്ല സെറ്റും ഒക്കെ ഇട്ട് നല്ല രസമാണ് കാണാൻ. ഒരു മലയുടെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ പ്രോഗ്രാം. അപ്പൊ ഞങ്ങൾ നാരായണത്ത് പ്രാന്തൻ, അത് കഴിഞ്ഞിട്ട് 3-4 പ്രാന്തന്മാർ. അത് രണ്ടാമതാണ് ആ പ്രാന്തൻ. അതിൽ ഈ പ്രാന്തനും ഉണ്ട്. സംഭവം ഇതാണ്, സീൻ നടന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം ഫ്രണ്ട് ഇരുന്ന് കണ്ടോണ്ടിരിക്കുക. സീൻ ഇതാണ്, നാരായണത്തെ പ്രാന്തൻ ഈ വലിയൊരു പാറ, ഭയങ്കര ഒരു പാറ ഇങ്ങനെ ഉരുട്ടി മലയുടെ മേളിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അതാണ് സീൻ. അപ്പൊ ഓഡിയൻസിന്റെ ഇടയിൽ ഞങ്ങളൊക്കെ ഉൾപ്പെടെ കൈയടിച്ചു. അപ്പൊ ഇതിങ്ങനെ ഉരുട്ടി ഈ പുള്ളിയാണ് ഭയങ്കര ഭയങ്കര ത്യാഗങ്ങളെല്ലാം ലൈറ്റൊക്കെ ഉള്ള കണ്ണൊക്കെ ഇങ്ങോട്ട് തള്ളിയിരിക്കുക, ബൾബ് പോലെ നിൽക്കുക. ഈ സാധനം അത്ര വെയിറ്റ് ഉള്ള സാധനമല്ലേ, തള്ളി ഇങ്ങനെ മേളിൽ കൊണ്ടുപോയി പുള്ളിയുടെ ബാലൻസ് സെറ്റി പോയിട്ട് പാറ നേരെ മറിഞ്ഞ് അപ്പുറത്തേക്ക് ഓഡിയൻസിന് അങ്ങോട്ട് വീണ്. അപ്പൊ അവിടെ ഇരുന്ന് 2 വയസ്സുള്ള ഒരു പയ്യൻ മാമാടെ കയ്യിൽ പോയ പാറ ആയാസപ്പെട്ട് ഉരുട്ടി കയറ്റിയതല്ലേ അത്. ചെറിയ ഇതാ മാമന്റെ സാധനം. എന്നിട്ട് ഇതിലൊന്നും തീർന്നില്ല. പുള്ളി ഈ ചരക്കം കൊടുത്ത ഈ സാധനം എടുത്ത് വീണ്ടും മാമ ഇനി എനിക്ക് മേലെന്ന് ചരക്കം താഴെ ഇരുന്നു. ഇനി പോയാൽ ഞാൻ എടുക്കത്തില്ല അല്ലേ. മലമ്പുഴ ഡാമിന്റെ അവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയല്ലോ ജാഫർ. എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായില്ലേ അവിടെ? അത് എന്നാന്ന് വെച്ചാൽ അത് ഗാനമേളയുടെ ഇടയ്ക്ക് മിമിക്രി. ഗാനമേളയ്ക്ക് മിമിക്രി 4-3 പേരൊക്കെ. അപ്പൊ ജാഫർ അന്ന് ഗാനമേളയുടെ റോളാണോ മിമിക്രി ആണോ? മിമിക്രി. പിന്നെ അത് ഇടയ്ക്ക് പാട്ടില്ലേ, ആ കച്ചവടം ഇല്ലേ അന്ന്? അല്ല, ട്രൂപ്പില് മെയിൻ ട്രൂപ്പിലുണ്ട്. പിന്നെ ഗാനമേളയുടെ ഇടയ്ക്ക് ഒരു 1/2 മണിക്കൂർ ഞങ്ങൾ ഈ 3-4 പേര് പോകും. അങ്ങനെ പോകുമ്പോ ഈ ഇതാന്നേ ഗാനമേളയില് ഈ ഹിന്ദി തമിഴ് ഒക്കെ പാടുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ മുടിയൊക്കെ വളർത്തി നടപ്പ് വരെ ഭയങ്കര ഈ മലയാളം പാടുന്ന താങ്കൾക്ക് അത് പറ്റുമോ? പിള്ളേരുടെ അഡ്ജസ്റ്റ്മെന്റ് അല്ല, അതൊക്കെ കാണിച്ച കാലമൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പൊ അതൊക്കെ ഈ മലയാളം പാടുന്ന ആളെന്ന് പറഞ്ഞാൽ അവരുടെ ബുക്കൊക്കെ കയ്യില് തമിഴ് കാണാപ്പാടല്ലേ എന്ന് പറഞ്ഞ് കാണാ. ഇതങ്ങനെയല്ല, ബുക്ക് 1000 പാസങ്ങളാണ് അങ്ങനത്തെ പാട്ടാ. ഇവിടം വരെ കഫൊക്കെ ചെയ്ത് പാവമായിരിക്കും. അങ്ങനെ അവിടെ ആ പാർക്കിന്റെ അതിന്റെ ഉദ്ഘാടനത്തിന് ഇത് ചെന്നപ്പം അവിടുത്തെ സംഘാടകർ പറഞ്ഞു മന്ത്രി ഒരാഴ്ച താമസിക്കും. അപ്പം നിങ്ങൾ ഈ 6 മണിക്ക് തുടങ്ങാന്ന്. അന്ന് 4 മണിക്ക് എത്തി. 6 മണിക്ക് സെറ്റ് ചെയ്യാൻ വേണം. 6 മണിക്ക് നടക്കൂല, ഒരു 8 മണിയാവും. അപ്പം നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇവിടെ നിങ്ങൾക്ക് താമസിക്കാനൊക്കെ റൂമുണ്ട്, അല്ലെങ്കിൽ പിന്നെ മലമ്പുഴ ഡാം കാണാനുള്ള ഒരു 24 പാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓർക്കസ്ട്ര പാട്ടുകാർക്കല്ല. അപ്പൊ അവരെല്ലാവരും കൂടി അവിടെ നിന്ന് ഈ പുള്ളിയും കൂടെ ഇതായിട്ട് എടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ റൂമിൽ കയറി ഇരുന്നിട്ട് എന്നാ കാര്യം, നമുക്ക് ഇവിടെ തൊട്ടടുത്തില്ല പോയി കാണാന്നും പറഞ്ഞ് ഇങ്ങനെ പോയി. ഈ കക്ഷി ആദ്യമായിട്ട് ഡാം കാണുക. ഡാം കണ്ടത് ഡാമിന്റെ ചുവട്ടിന്ന് തന്നെ നോക്കി. അപ്പൊ മൊത്തത്തിൽ നോക്കിയപ്പോ ഒരു അടുത്ത നില കണ്ടേ. ചേട്ടത് കണ്ടതേ ഒന്ന് പേടിയും. അപ്പൊ ഇമാരോട് ഇതാ ഡാം. പിന്നെ ഇതിന്റെ അപ്പുറമല്ലേ വെള്ളം മൊത്തം കിടക്കണേ, ഇതല്ലേ ഷട്ടർ. ഇത് അറിയാവുന്നവൻ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഈ ഡാം കയറിയ കത്തി. ഡാം ബസ് പിന്നെ തിരിച്ചു വരുവാ കണ്ടിട്ട്. അപ്പൊ അടുത്തിങ്ങനെ ശരിക്കും ഡാം ലോകത്ത് എത്ര ഡാമുണ്ട്? അപ്പൊ ആ ഡാമുണ്ട്, ഈ ഡാമിലെല്ലാം ഇങ്ങനെയാണോ, ഇത്ര ഉയരമുണ്ട്, ഈ ഡാം അങ്ങ് കയറി അങ്ങനെ പണിതാണെന്നൊക്കെ ചോദിച്ചു. നേരെ സ്റ്റേജിൽ വന്നു 2 മന്ത്രിയൊക്കെ പ്രസംഗിച്ചു പോയി. ഓർക്കസ്ട്രയൊക്കെ തുടങ്ങി. അപ്പൊ ഇയാളാണ് ആദ്യം പാട്ട് തുടങ്ങണേ, ഒരു പ്രയർ സോങ്ങിലാണ് തുടങ്ങണേ. അപ്പൊ ആ സമയത്ത് അനൗൺസ് ചെയ്യണം, കൊച്ചിൻ ഇന്ന ട്രൂപ്പിന്റെ ഗാനമേള ആരംഭിക്കുന്നു, ഇത്രയും നേരം ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് ആദ്യ ഗാനം ഒരു ഡിവോഷണൽ സോങ് ആണ്. ബിജു പാടുന്നു എന്ന് പറയുമ്പോഴും ഇവിടെ ഇരുന്നിട്ട് എന്നാലും ഡാമില്ല ഒന്ന് ബിജു പാടുന്നു എന്ന് പറഞ്ഞേ. ബിജു പാടുന്നു ഇപ്പോൾ ഇതുകൊണ്ട് വെച്ചു ഇതൊക്കെ നോക്കി. അപ്പൊ മ്യൂസിക് വന്നു. ക്ലിങ് 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 യഹൂദി ഡാമിലെ ഇത് ഭയങ്കര വിഷയായി. അങ്ങനെയാണോ, അത് പാടി ഇത് പാടി എന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയം വന്ന്. അങ്ങനെ ട്രൂപ്പില് കേറി എല്ലാം കഴിഞ്ഞ് വണ്ടിയെ കയറി. പല ആൾക്കാരും എന്താ ബിജു അങ്ങനെ ഇത്, ബിജു ഇപ്പൊ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ഇല്ല ഇനി ഞാൻ ഒരിക്കലും എനിക്ക് എന്താ എനിക്ക് മാനസികപരമായിട്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് പോയി. അങ്ങനെ ഒരു ദിവസം
കണ്ണൂര് പരിപാടി. ഇളമരം കരീം സാറിന് ഭയങ്കര സ്വീകരണ വ്യവസായ മന്ത്രിയായിട്ടിരുന്ന സമയത്ത്. എന്നിട്ട് ഇവിടെ നിന്ന് തൊട്ടേ ഈ കക്ഷിയെ ഈ ട്രൂപ്പിന്റെ വണ്ടിയിലേക്ക് നോക്കുമ്പം കരീം സാറിന്റെ കട്ടൗട്ടർ, ഇവിടെ കട്ടൗട്ടർ, അവിടെ കട്ടൗട്ടർ, അവിടെ കട്ടൗട്ടർ, പോണ വഴിക്ക് കട്ടൗട്ടർ, അനൗൺസ്മെന്റ് വണ്ടി, ഇളവരം കരീം വ്യവസായ വകുപ്പ് മന്ത്രി ഇളവരം കരീമിന് പൗരാവര് കൊടുക്കുന്ന സ്വീകരണത്തിന് എന്നൊക്കെ പറയും പോവാ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ പുള്ളി കണ്ട് ഇതെന്തായാലും എത്ര കട്ടൗട്ടറാണ്. പുള്ളി ഇതിനു മുമ്പ് മന്ത്രിയായിട്ടുണ്ടാ, ഇതിനു മുമ്പ് MP ആയിട്ടൊക്കെ ചോദിക്കണം. അപ്പൊ മറ്റവന്മാര് യോയോക്കാരല്ലേ, പിന്നെ പുള്ളി ഭയങ്കര ഇതല്ലേ വ്യവസായ തൊഴിലാളി യൂണിയന്റെ മറ്റേ സംഭവമൊക്കെ വലിയ അങ്ങേരല്ലേ, അതൊക്കെ പറയണ്ടേ. സ്റ്റേജിന്റെ അവിടെ വണ്ടി പോട്ടെ അനൗൺസ്മെന്റ് ഭയങ്കര സ്പീക്കറില് ഗാനമേള കൊച്ചില്ലേ വ്യവസായ വകുപ്പ് ഇങ്ങനെ കാണുന്നു ഇളമരം ഗിരിയും സാർ, ഇളമരം ഗിരി സാറിന്. അപ്പൊ ഈ പുള്ളി അന്ന് ഡിവോഷണൽ ഗാനമല്ല, പാർട്ടി എന്താ പരിപാടിയല്ലേ പൗരാവലിയുടെ, ഈ പുള്ളി ഇടയ്ക്ക് പാടിയാ മതി ഒരു പഴയ ഗാനം, മലയാളം പാട്ടുകാരൻ കൊടുക്കും. അടുത്തതായി ബിജു പാടുന്നു. വെച്ചു കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമരങ്കിരി മല്ലേ. അപ്പൊ നോക്കിയപ്പോ അവിടെ ഒരു കട്ടർ ഇരിപ്പുണ്ട്. ഈ പാടി വന്നപ്പോ അവിടെ ഇത്രയുള്ള പിന്നെ പറയണ സാറേ, അതേ ഉള്ളൂ സാറേ, അതേ ഉള്ളൂ. അങ്ങനെ ജാഫർ, നിങ്ങൾ ഈ അമേരിക്കയില് പോയപ്പോഴേ നിങ്ങൾ എന്നെ വർഗീസിന്റെ ശബ്ദം വന്നിട്ട് അനുകരിക്കുമല്ലോ, വലിയ കുഴപ്പമില്ല അല്ലേ? അപ്പൊ നമുക്കത് ഞാൻ ഒന്ന് കേട്ടാലോ? കാരണം എന്താ അറിയോ, അത് എനിക്കൊക്കെ നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായിരുന്നു. നമ്മളൊത്തിരി കഥയിലേക്ക് പോകാൻ വേണ്ടിയാ. ജനത്തിന് അറിയാം, എനിക്കൊരു ഡയലോഗ് അറിയാവുള്ളത്. അടുത്തതായി ജാഫർ ഇടുക്കി NF വർഗീസിനെ അനുകരിക്കുന്നു. പ്രശസ്ത സിനിമാ നടൻ NF വർഗീസ്. അടിച്ചതാരാടാ നിന്നെ? ആണ്ടവനോ അതോ സേഡ്ജിയോ? അടിച്ചതല്ല, ചവിട്ടിയതാ അല്ലേടാ, അതും ഷൂസിട്ട കാലുകൊണ്ട്. ആണ്ടവൻ, ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കൊപ്പമല്ല, കൊച്ചിയ, വിശ്വനാഥന്റെ കൊച്ചി. എനിക്കറിയാൻ വേണ്ടി ഇതിൻ്റെ പ്രശ്നങ്ങൾ. കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന 3 സഹോദരിമാരുടെ ഭാരം ചുമലിലേറ്റുന്ന ഒരുവന് ഒരു രാത്രി കൊണ്ട് ലോകം മുഴുവൻ പിടിച്ചു പറ്റണമെന്ന് തോന്നാം. വിളിച്ചു പറ നിന്റെ മമ്മയോട്. ഓക്കെ ബെന്നി. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനിയാണ് കഥ. ഈ അമേരിക്കയിൽ വെച്ചിട്ട് ഇത് NF വർഗീസിനെ അനുകരിക്കണ്ട എന്നൊരാൾ പറഞ്ഞു. നാശല്ലേ പറഞ്ഞു? അദ്ദേഹമായിരുന്നു ഷോ ഡയറക്ടർ. ഷോ ഡയറക്ടർ പറഞ്ഞു ഇത് അനുകരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? പരിപാടിയൊക്കെ അടുത്ത പരിപാടി ഇതാണല്ലോ അങ്ങനെയാണല്ലോ എന്നൊക്കെ ചെമ്പോൾ ഗാനമല്ല ഇടയ്ക്കാണല്ലോ. അങ്ങനെ പെട്ടെന്ന് ഇക്ക വന്നിട്ട് പറഞ്ഞു, ഞാൻ മറ്റേ വർഗീസ് അച്ഛൻ്റെ സൗണ്ട് അനുകരിക്കണമെന്ന്. സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള പരിപാടി അവതരിപ്പിച്ച വ്യക്തികളുടെ കുഴപ്പമുണ്ടായിട്ട് പറഞ്ഞു തന്നത് മാനസിക പ്രശ്നം. ശരിക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഷൈജോടിമാലയൊക്കെ ഉണ്ട്, അവരൊക്കെ ചോദിച്ചു ഞാനാ വിക്ക അങ്ങനെ പറഞ്ഞു. ഞാനും നന്നായിട്ട് പറയുന്നല്ലേ, കേരളത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൈയ്യടി മേടിക്കുന്നതല്ലേ. എനിക്കറിയാൻ പാടില്ല, എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ സംഗതി പറഞ്ഞില്ല. അപ്പം ഞാൻ അങ്ങനെ പയ്യെ അറിഞ്ഞു ഒരു ന്യൂസ്, ആ ഒരു സംഭവം ഇത് പറയണ്ടെന്ന് പറഞ്ഞ എന്നാന്ന് എൻ്റെ കയ്യില് കിട്ടി. വാർത്ത കിട്ടി? അല്ല, എനിക്ക് കിട്ടി. ആ കിട്ടിയ സംഭവമാണ് ഈ കഥ. അത് ശരി. എന്തായിരുന്നു ആ വാർത്ത? പിറ്റേ ദിവസം നമ്മുടെ ഹരിശ്രീ ജോർജിയനില്ലേ, ഈ ജോർജിയേട്ടൻ ഈ ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് വിളിച്ചു, ആരുടെ ഫോണിലേക്ക്. അത് വിളിച്ചിട്ട് അങ്ങനെ ഇത് വന്നിട്ട് പറഞ്ഞു, ജാഫർ നീ എന്താ ഇവിടെ ആ പരിപാടിക്ക് പറ്റി നീ വർഗീസ് അച്ഛൻ്റെ ശബ്ദം ചെയ്യാത്ത എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു നാശൊക്കെ പറഞ്ഞു മറ്റേ അവിടെ പറയണ്ടെന്ന് പറഞ്ഞു. അത് പെട്ടെന്ന് നീ എന്ത് പരിപാടി കളിച്ചേ? അപ്പം അച്ഛൻ്റെ മോള് പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ടെന്ന്. മോള് അവിടെ ഈ ജോർജിയേട്ടൻ എന്തോ ലൈസൻസ് എടുക്കാനായിട്ട് അവിടെ ചെന്ന് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ടൈമിൽ ജോർജിയേട്ടൻ അവിടെ ഉണ്ട്. അപ്പൊ ഇത് പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അറിഞ്ഞില്ല. മറ്റേ നീ ഒന്ന് പറഞ്ഞേ. ഞാൻ ഫോണിൽ കൂടെ അടിച്ചതാരാടാ ആണ്ടവന്. അയ്യോ ദൈവം, പിന്നെ വരുന്നവരോ ഫോണും കാര്യങ്ങളായിട്ട്. അല്ലെ മോളെ ഉണ്ടായിട്ടാണോ വേണ്ടെന്ന് പറഞ്ഞത്? അപ്പൊ മോള് വിഷമാവുന്ന അതെന്തോ ഒരു വിഷമം ഇങ്ങനെ മരിച്ചു. പക്ഷെ അവർക്ക് അതാ വേണമായിരുന്നു. വന്നായിരിക്കും ചിലപ്പോ. ചിലപ്പോ അതറിയില്ല, അതല്ല പ്രോഗ്രാം അടുത്തല്ലേ. പക്ഷെ ഇത് ചിലപ്പോ ജോർജേട്ടൻ പറഞ്ഞു. എന്നിട്ട് ജാഫർ ഇത് ഫോണില് മിക് ചെയ്ത് കേൾപ്പിക്കും. ആ കുറെ 2-3 പ്രാവശ്യം ഞാൻ മിക്കവാറും ഒക്കെ ജോർജേട്ടൻ വിളിക്കുമ്പോൾ വേറൊരു പീസ് അവതരിപ്പിച്ച മോൾക്ക് വേണ്ടി. യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഇരുന്ന് നമ്മുടെ പ്രിയപ്പെട്ട NF വർഗീസിന്റെ മകൾ ഇത് കാണുന്നുണ്ടാവും. കേരളം
കരഞ്ഞൊരു പടമുണ്ട്. അത് ഏത് പടമായിരുന്നു? ആകാശദൂത്. സൂപ്പർ. അതിനകത്ത് പുള്ളിയാണ്ട് ശ്രദ്ധിക്കപ്പെട്ട് വരുന്ന സമയത്ത് ആദ്യകാലത്തുള്ള പടം. അത് കുത്തുകൊണ്ട് മരിക്കുക. അതിനകത്ത് മാധവിയോട് പറയുന്നൊരു ഡയലോഗ്. അപ്പൊ ഈ മറീസേറിന് ഓടിച്ച ജീപ്പ് ഒന്ന് മനഃപൂർവ്വം കൊണ്ട് ആ കാല് പാടില്ലാത്ത ആ കൊച്ചിന്റെ ഒന്ന് തട്ടിയൊന്ന് മറിച്ചിട്ട് ഒന്ന് പേടിപ്പിക്കാൻ. അന്ന് രാത്രി അവിടെ വന്നിട്ട് പറയാ, കേശവന്റെ വണ്ടി നിന്റെ മോന്റെ മേത്ത് അറിഞ്ഞു മുട്ടിച്ചതാ. കുട്ടി മരിച്ചില്ല, ആയുസിന്റെ ഒരു ബലേ. ടീച്ചറെ കണ്ട നാൾ മുതൽ എൻ്റെ മനസ്സിലൊരു മോഹം വളർന്നതാ. ടീച്ചറെ, 1 മണിക്കൂർ എൻ്റെ വീട് വരെ ഒന്ന് കയറിപ്പോയാതി. പണായിട്ടോ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഇപ്പൊ കാണണം ടീച്ചറെ. ഓക്കേ. അതായത് ഇനി ആ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഈ 3 ആദ്യം ഞാൻ ആകാശദൂത് പറയും. പിന്നെ ഇപ്പൊ പത്രത്തിലിടയിലും ഇപ്പൊ സാറ് കേട്ടു ആണ്ടവൻ. ഇത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു സ്ഥാനം പറഞ്ഞു. ഏതായിരുന്നു അത്? അതൊരു ഇതിനകത്ത് നരസിംഹത്തിൽ പുള്ളി ഉണ്ടല്ലോ. എന്ത് കണ്ടിട്ടാണ് നിന്റെ ഈ നെകിളിപ്പ്? ഉണ്ടാക്കിയ തന്തയ്ക്കോ വേണ്ട. ഒരിക്കലൊരാണിന്റെ കൈകൊണ്ട് നിന്റെ ഈ മടിക്കുത്തഴിയും. അന്ന് വരും നീ പവിത്രന്റെ സമക്ഷത്ത്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിട്ടും ഒക്കെ അല്ലേ നമ്മള് കാശുണ്ടാക്കാൻ വന്നോ. ജാഫർ ഇത് പറഞ്ഞ കാണുന്നറിയോ? ഒരുപാട് വീടുകളിൽ ഇരുന്ന ആൾക്കാര് കസര ഇരുന്നവരും സോഫ ഇരുന്നവരും ചാടി എണീറ്റ് എന്ന് കൈയടിച്ചു കാണും. അല്ല, ഇവിടെ മാത്രമല്ല, അതെ ലോകമെമ്പാടും. അപ്പൊ നമുക്കിനി 1 കോടി വേണ്ടേ? നമുക്കതല്ലേ, നമ്മളിനി ചോദ്യത്തിലേക്ക് കടന്നാലോ? അപ്പൊ 3 പേര് സഹായിക്കാനുണ്ടാവും. ഒന്ന് നമ്മുടെ കുട്ടേട്ടൻ, ഒന്ന് PC രാജു, പിന്നെ ഡോക്ടർ മിറാഷ്. ഡോക്ടർ മിറാഷ് നേരിട്ട് ഇവിടെ വരും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി. അങ്ങനെ 3 ഹെൽപ്പ് ലൈൻ ഉണ്ട്. വഴി എപ്പോ മുട്ടുന്നോ ഈ 3 ഹെൽപ്പ് ലൈൻ നമുക്ക് ആവശ്യപ്പെടാം. നിങ്ങൾ വിശാല ഹൃദയമുള്ളവരാണെന്ന് എനിക്കറിയാം. ഹൃദയത്തിന്റെ വലിപ്പം കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത മനുഷ്യരാണെന്നറിയാം. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഈ കിട്ടുന്ന പൈസ നിങ്ങൾക്ക് എന്തെങ്കിലും കാരുണ്യ പദ്ധതിയിൽ നിക്ഷേപിക്കുകയോ അതല്ലെങ്കിൽ അനാഥരായ കുട്ടികളെ സഹായിക്കാൻ കൊടുക്കുകയോ ഒക്കെ വേണം. ഞാൻ അനാഥനാണ്, ഇവന് കിട്ടുന്ന എനിക്ക് തരും. കുഴപ്പമില്ല, കൊടുത്തേക്കാം. കൊടുത്തേക്കാം. അനാഥ, അങ്ങനെയാണ് ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. കുസൃതി ചോദ്യമാണ്. എനിക്കൊന്നത് ഈ ചോദ്യം സംക്രാന്തിക്ക് ചേരുമോ ജാഫർ ഇടുക്കിക്ക് ചേരുമോ എന്ന് എനിക്കറിയില്ല. വായി നോക്കാൻ ബിരുദമെടുത്തത് ആരാണ്? അല്ലേ, 3 പ്രാവശ്യം അവിടെ ഇരുന്ന് എക്സ്പീരിയൻസ് ഉള്ളതാണ് വായി നോക്കി. അല്ല, വായി നോക്കിയില്ല. അല്ല, നസീറിന് വായി നോക്കി വിളിക്കണ സ്റ്റേറ്റ് അങ്ങ് വിളിച്ചോളൂ. ഈ ചോദ്യത്തിന്റെ കാര്യം പറഞ്ഞ് വിളിക്കണ്ട. എടുത്തത് ആരാണ്? അല്ലേ, വായി നോക്കാൻ ബിരുദം എടുത്തത് ആരാണ്? ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ പൈസ കിട്ടും. അതേ അല്ല, നിങ്ങൾ ഡിവൈഡ് ചെയ്തെടുത്തോണം. ഈക്വലാടാ. കിട്ടിയോ? കിട്ടി. ആദ്യം നോക്കിയപ്പോഴത്തേനും കുസൃതി ചോദ്യമാണല്ലോ, മനസ്സിലായി. അപ്പൊ അതിനകത്ത് എനിക്ക് വേറൊരു കുസൃതിയിലേക്ക് പോയി. പക്ഷേ എന്റെ വായിൽ കുറെ നോക്കി. ആരാണ്? ഒരു 10-45 വയസ്സുകൊണ്ട് നോക്കാൻ തുടങ്ങി. ആ പുള്ളി നോക്കി 3-4 വലിച്ചു കുറച്ച് കളയുകയും ചെയ്തു. ഡോക്ടർ ഇപ്പൊ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഈ പുള്ളി 10,000 രൂപ കിട്ടി. വലിച്ചു പറിച്ചോണ്ട് എന്താ 10,000 റുപ്പീസ്. അല്ല, പുള്ളി 40,000 മേടിച്ചല്ലേ. ഇത് ബാക്കിയെ കൊടുക്കാം. 5 അല്ല, ഷർട്ടിന്റെ കൂട്ടിയാന്ന് പറഞ്ഞ. അല്ല, ഷർട്ടിന്റെ ഒക്കെ പിന്നെ എന്തിനാ ഇവിടെ പറയുന്നല്ലേ? ആവശ്യമില്ലാത്ത പറയുന്നത്. ഓക്കെ, ഇനി 20,000 രൂപയുടെ ചോദ്യം. ക്വസ്റ്റ്യൻ പ്ലീസ്. എനിക്ക് 2 കാലുണ്ടെങ്കിലും മൂക്കുണ്ടെങ്കിലേ ഇരിക്കാൻ പറ്റുള്ളൂ. എന്താണ് ആ സാധനം? എനിക്ക് 2 കാലുണ്ട്, പക്ഷെ മൂക്കുണ്ടെങ്കിലേ ഇനി ഇരിക്കാൻ പറ്റും. അത് ഈസിയാണ് സാർ. കണ്ണട. കറക്റ്റല്ലേ? അങ്ങനെ നീ ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യണ്ടേ. സംക്രാന്തി, നിങ്ങളൊരു മനുഷ്യനല്ല, അല്ല, നിങ്ങളൊരു ബുദ്ധിജീവിയാണ് അല്ലേ? പറയാതിരിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് കിട്ടിയല്ലോ ഇത്. അപ്പോ 20,000 രൂപ. അപ്പൊ 10 ഷെയർ. അല്ല, ഈ 10 വേണമെങ്കിൽ നമുക്ക് വേറെ കൊടുക്കാം. അപ്പൊ നമ്മൾ ഇനി 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 30,000. ക്വസ്റ്റ്യൻ പ്ലീസ്. LED നോക്കിക്കോളൂ. ഒരു സ്റ്റില്ല് കാണിച്ചു തരാം. എനിക്ക് കിട്ടി. ഏതാ? പറഞ്ഞ് തെറ്റിക്കരുത്. കലാഭവൻ മണിയെ കണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞ് തെറ്റിക്കരുത്. ഇത് ചേർത്ത് പറഞ്ഞാൽ ഒരു സിനിമയുടെ പേരാ. അല്ല, ഇത് കൂട്ടണം. അതും കൂട്ടണം. അത് കൂട്ടണം. പിന്നെ അത് കൂട്ടണം. ഫസ്റ്റ് കൺമണി. ഭയങ്കരമായിക്കോട്ടോ. ഫസ്റ്റ് കൺമണി കണ്ട. ഞാൻ പേടിച്ചു.
കൺട്രോൾ വിട്ടു അല്ല സാർ ആരെയോ ഇങ്ങനത്തെ ഷോയ്ക്ക് ഒത്തിരി പോകാത്തോണ്ട് ആ. നമ്മൾ ആ കുറിച്ച് മനസ്സിലായപ്പോൾ പിന്നെ അത് സൂപ്പറായി. അതാ. ആ യോയോ പിള്ളേരായിരുന്നു എങ്ങനെയായിരുന്നു അത്? നമ്മുടെ യോയോ താരത്തെ കൊണ്ട് യോയോ ഇനി നമുക്ക് 40,000 രൂപയുടെ ചോദ്യം. 40,000. ഓക്കെ. ആനയും ഉറുമ്പും ഒരു ക്ലാസ്സിലായിരുന്നു. ആന എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുമായിരുന്നു. എന്നാൽ ഉറുമ്പ് ഇടയ്ക്കിടെ ക്ലാസ് കട്ട് ചെയ്യുമായിരുന്നു. എന്തായിരുന്നു കാരണം? ആനയും ഉറുമ്പും ഒരു ക്ലാസ്സിലായിരുന്നു. ആന എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറും. എന്നാൽ ഉറുമ്പ് ഇടയ്ക്കിടെ ക്ലാസ് കട്ട് ചെയ്യും. എന്തായിരുന്നു അതിന് കാരണം? 40,000 രൂപയാ, പോയി കെട്ടരുത്. എന്നെ കടിച്ചിട്ടുണ്ട് സാറേ. ഭയങ്കര കട്ടുകഴപ്പാ ഇതിന്. ഈ കട്ടുറുമ്പ് കറുത്തിരിക്കും ഇത്തിരി നീളുള്ളൂ. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്. ഓക്കെ. 1,50,000 രൂപയുടെ ചോദ്യമാണ് മിസ്റ്റർ ജാബർ ഇടുക്കി. ഓക്കെ സാർ. ടെൻഷൻ വരുന്നുണ്ടോ? ആ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം. 1,50,000 രൂപയുടെ ചോദ്യമാണ്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ഞങ്ങൾ ഒന്നിച്ചാൽ നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കും. ആരാണ് ഞങ്ങൾ? ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ഗേൾസ്. ഞങ്ങൾ ഒന്നിച്ചാൽ നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കും. ആരാണ് ഞങ്ങൾ? സിന്ധു മഞ്ജു. സിന്ധു മഞ്ജു ആണ്. ഈ തെറ്റിച്ച് പറഞ്ഞാല് തന്നത് പോവോ? ഉറപ്പല്ലേ? മിണ്ടായിരുന്നു. എപ്പോ പോയി അതിപ്പോ ആദ്യം പറയുമല്ലോ, നമ്മൾ ആലോചിച്ചപ്പോ സിന്ധു മഞ്ജു. പറഞ്ഞ് തെറ്റിച്ച് കാശ് പോകണ്ട. 3 ഹെൽപ്പ് ലൈൻ ഉണ്ട്. എടുക്കാം. അതിൽ ആരെയാ എടുക്കേണ്ടത്? ഡോക്ടർ മിറാഷ്. സൂപ്പർ കക്ഷിയാ കേട്ടോ. ജാഫർ ഇടുക്കി ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മിറാഷ് വരാൻ പോകുന്നു. അതെ. ഓക്കെ, ഒന്ന് റെഡി ആയിരുന്നുള്ളൂ. ഡോക്ടർ മിറാഷ്, പ്ലീസ് കം. നമസ്കാരം. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമസ്കാരം. ഇവിടെ അപ്പൊ ചോദ്യം എന്താണെന്ന് കേട്ടല്ലോ. ചോദ്യം കേട്ടു. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ഞങ്ങൾ ഒന്നിച്ചാൽ നിങ്ങളുടെ ഭാവി നിയന്ത്രിക്കും. ആരാണ് ഞങ്ങൾ എന്നായിരുന്നു എന്റെ ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ 2 പെൺകുട്ടികളിൽ രണ്ടാമത്തെ പെൺകുട്ടി ലാലേട്ടൻ അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ നായികയുടെ പേരാണ്. ലാലേട്ടൻ അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ നായികയുടെ യഥാർത്ഥ പേര് ആണ്. ഇപ്പൊ അത് പ്രശ്നമല്ലോ. ലാലേട്ടൻ. അതെ. രണ്ടാമത്തെ പേര്. ആ സിനിമയുടെ പേര് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓട്ടോ. രേഖ. ഫ്രണ്ടിൽ മറ്റൊരു പെൺകുട്ടിയുടെ പേരുള്ള. ഇനി ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂ. ഇനി ചോദ്യം കിട്ടും നോക്കട്ടെ. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ഞങ്ങൾ ഒന്നിച്ചാൽ നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കും. ഭാഗ്യരേഖ. അയ്യോ അയ്യോ അയ്യോ. 25 തരാന്ന് ഇത്. ഇവിടെ നമ്മള് വേറെ ഭയങ്കര എനിക്കറിയോ, ചാക്കേട്ടിനകത്ത് ഇറാഖിലെ പൈസ കൊണ്ടു കൊടുക്കും. അതാ നല്ലത്. അല്ല പിന്നെ ഓളം കൂടി കഴിഞ്ഞാൽ കണക്ക് തെറ്റി. അതുകൊണ്ടാ പെട്ടെന്ന് കണ്ടുപിടിച്ച് കളഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അന്ന് എന്തേലുമൊക്കെ പറഞ്ഞുതരാം. ഞങ്ങൾ എന്തേലും തരാം. ഡോക്ടർ മിറാഷ്, താങ്ക് യു. അങ്ങനെ കാണാനൊക്കെ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും വേഗം പോയിക്കോ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 60,000. ജാഫർ ഇടുക്കി, നസീർ സംക്രാന്തി. LED നോക്കിക്കോളൂ. അവിടെ ഒരു സംഭവം വരുന്നുണ്ട്. ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മലയാള സിനിമാ പാട്ട് കണ്ടെത്താൻ പറ്റുമോ? ഈ ആദ്യത്തെ പൂ കഴിഞ്ഞിട്ടുള്ള സാധനം എന്നാ? അത് ആകാശമാണത്. അത് ആകാശമല്ലേ? ആകാശം കിട്ടിയോ? ഇത്ര സാധനം ഇല്ലേ? പൂ മാന മേ ഒരു രാഗമേഘന്ത. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. 70,000 രൂപയുടെ ചോദ്യം. 2 പേർ കണ്ടു, 10 പേരെ എടുത്തു, ഒരാൾ രുചിച്ചു. എന്താണത്? 70,000 രൂപയുടെ ചോദ്യമാണ്. നമുക്ക് അങ്ങനെയാണെങ്കിലേ ഒരു ഇതെടുത്താലോ? നമ്മളിപ്പോ അബദ്ധം പറ്റണ്ട. അല്ല, ഇതിന് സഹായം വേണം സാറേ. പിന്നെ വേണമല്ലേ? ആരെയാ? PSC രാജുവിനെ വിളിച്ചാലോ? PSC രാജുവിനെ വിളിക്കാം. ഹലോ, പ്ലീസ് കണക്ട് മീ ടു PSC രാജു. ഹലോ, PSC രാജു. ഹലോ ബോസ്. യെസ്, PSC രാജു. നമ്മള് നമ്മുടെ സഖാക്കൾ ഒരു വഴിമുട്ടി നിൽക്കുക. ചോദ്യം ഇതായിരുന്നു. ഞങ്ങൾ 2 പേർ കണ്ടു, 10 പേരെടുത്തു, ഒരാൾ രുചിച്ചു. എന്താണ് സാധനം? മനസ്സിലാവാതെ കുഴങ്ങി നിൽക്കുകയാണ്. അതെ, കുഴങ്ങി. ഇപ്പൊ കുറച്ച് കുഴങ്ങി. ചെറിയ കുഴച്ചില്. ഇത് എളുപ്പമുള്ള ഒരു ഉത്തരമാണ്. ഇത് ഞങ്ങളുടെ ശരീരഭാഗത്തുള്ള
ചില അവയവങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഉത്തരങ്ങൾ വരും. ഇതിനോട് തെളിച്ചു പറഞ്ഞാൽ ആ 3 ഉത്തരമാണ് ഇതിനുള്ളത്. 2 പേർ കണ്ടു, 10 പേർ എടുത്തു, ഒരാൾ രുചിച്ചു. അതെ, ഒരല്പം ബുദ്ധി ഉപയോഗിച്ചാൽ ഇവർക്കത് പെട്ടെന്ന് അല്ല അതുണ്ടെങ്കിൽ ഇപ്പൊ പറയത്തില്ലായിരുന്നു. നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? കണ്ണുണ്ട്. അപ്പൊ 2 പേർ കണ്ടു എന്ന് പറയുമ്പോ 4. ആ സൂപ്പർ 4 കണ്ണ്. സാറേ പൈസ മേടിച്ച് പറഞ്ഞുവിടും സാറേ. 2 പേർ കണ്ടു, 2 പേര് കണ്ടപ്പോ 4 കണ്ണ്. 4 കണ്ണ. 10 പേർ എടുത്തു. അപ്പൊ 20 കണ്ണ് മിണ്ടായിരിക്കോ? ലാസ്റ്റ് ശരിയാ, ഒരാൾ രുചിച്ചു, അയാൾക്ക് 2 കണ്ണ്. സാറേ അവരെന്റെ കട പൂട്ടിക്കായിരിക്കണം. ഇതങ്ങനെയല്ല. അല്ല എന്നാലും ഒന്നുകൂടെ ക്ലൂ തരാം. 2 പേർ കണ്ടു, 10 പേർ എടുത്തു. എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? കൈ. കയ്യിൽ പിന്നെ ഉള്ളത് എന്താണ്? വിരൽ. അത് എത്ര എണ്ണം ഉണ്ട്? 10. ഓക്കെ. പിന്നെ രുചിച്ചു. നാക്ക്. അപ്പൊ എന്തൊക്കെയാണ്? കൺവിരൽ. ഈ കൈ എടുത്തു, രുചിച്ചു, നാക്ക്. സാർ ഞാൻ ഈ ഗ്യാപ്പിയുള്ള വെള്ളം കുടിക്കട്ടെ സാറേ. വെള്ളം കുടിക്കേണ്ടി വരും. കൺവിരൽ സ്വാതന്ത്ര്യം. സൂപ്പർ. അത് തന്നെ. കണ്ണ്, വിരല്, നാക്ക്. സാർ ഞാൻ കൃതാർത്ഥനായി സാർ. കൃതാർത്ഥനായി. അതല്ലേ? കണ്ണ്, വിരല്, നാക്ക്. എത്രയായി ഇപ്പോ? 70,000 രൂപയായി. അതെനിക്ക് കിട്ടിയില്ല. ഇത് വാ തുറക്കാതിരിക്കുന്ന നല്ലത്. അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഇത്രേ ഉള്ളൂ. കാണുന്ന കണ്ണുണ്ട്, നമ്മൾ എടുക്കുന്നത് കൈകൊണ്ട്, വിരലുണ്ട്, സ്വാധീന നാക്കുണ്ട്. അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല അതിനകത്ത്, വലിയ സംഭവമൊന്നുമില്ല. അപ്പൊ നമുക്കിനി 80,000 രൂപ ചോദ്യം. 80,000. മത്സ്യത്തൊഴിലാളികൾക്ക് ഇഷ്ടപ്പെട്ട കര ഏതാണ്? ഇതൊക്കെ അവള് ഇത് അതല്ലെന്നറിയോ, മറ്റേ ഉത്തരത്തില് ഉടക്കില്ലേ, ഞങ്ങള് ഇതിനെ കുറിച്ച്, ഈ കരയെ കുറിച്ച് ഞങ്ങള് കോമഡി ഉണ്ടാക്കിയിട്ടില്ല. ആണോ? അതേതാണ് കര? പക്ഷെ ആ കോമഡി പറയല. ഉത്തരം കറക്റ്റ് ആണല്ലേ പറയാം. ഉത്തരം കറക്റ്റ്. ആദ്യം എന്റെ ചെവി പറഞ്ഞിട്ട് നീ അവിടെ പറഞ്ഞു. അതെ അതെ അതെ. മതി മതി. പറയണ്ട പറയണ്ട. അതല്ല അതല്ല. ഞാൻ ഉദ്ദേശിച്ചാൽ അത് ഞാൻ ആദ്യം പറയാം. തെറ്റിപ്പോയത് അത് വേണ പറ. സത്യം ഉണ്ടായ സംഭവം പറഞ്ഞു. അല്ല നീ പറഞ്ഞോ. അല്ല ഉത്തരം പറഞ്ഞോട്ടെ. ഉത്തരം ഇപ്പൊ ഞങ്ങൾക്ക് 2 പേർക്ക്. അല്ല അപ്പം തെറ്റുത്തരം പറഞ്ഞതിന്റെ ക്രെഡിറ്റ് പുള്ളിക്ക് പോകാൻ വേണ്ടിയാണോ? ഇല്ല അല്ല, മറ്റേ കാര്യം പറയാൻ അങ്ങനെ ഞാൻ ആദ്യം ചിന്തിച്ചെന്നു. അപ്പൊ എന്താ ഉത്തരം? അപ്പൊ ഇത് ഉത്തരം ഇത്രയേ ഉള്ളൂ. മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചാകരയാണ്. മറ്റേ സാധനം അളിയൻ ആദ്യം പറഞ്ഞ എന്താന്നറിയോ സാറേ? നീണ്ടകരയാണ്. എത്ര എത്ര? അപ്പൊ നമുക്കിനി ചുമച്ചോട്ടെ. വെള്ളം വേണോ? വെള്ളം വേണോ? ഞാൻ ഈ സാധനം വെക്കണ്ടെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാന്നറിയോ? അല്ല, ആ സാധനം വേണം. അത് കാരണം അതായ സംഭവം എന്നറിയോ? ഇതായിരിക്കും ഇതിലെ ഹിറ്റ്, ഈ സാധനം അല്ലേ? അതൊന്നും അല്ല, ഉത്തരം മണ്ടേ കയറിയതാ. ഇനി ജാഫർ ഒന്ന് ഞെട്ടാൻ തീരുമാനിച്ചോളൂ. 1,00,000 രൂപയുടെ ചോദ്യമാണ്. ജാഫർ ജി, സംക്രാന്തി, മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം ഏതാണ്? ഇത് പൈസ പോയാലും ശരി, നിനക്ക് പോയി, എനിക്ക് ഇല്ല, ഇതെനിക്ക് കിട്ടി. കിട്ടിയിട്ടുണ്ട്. സത്യം കിട്ടിയോ? എന്റെ ഇത് നിങ്ങളങ്ങനെ കാശ് കളയുന്ന പരിപാടിയാ. അത് ഇവൻ ചെവി പറയാൻ പറയണെന്നറിയാം. ഇവനറിയത്തില്ല, അതറിയാൻ വേണ്ടിട്ട് ഞാനെന്നാ ഇവിടെ BC രാജുവിനോടും മറ്റേ രാഷ്ട്രീയ നേതാവിന്റെ പേരൊക്കെ. ഏതായാലും കുഴപ്പമില്ല. മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം ഏതാണ്? മനുഷ്യനാണ്. കറക്റ്റ് ആണെങ്കിൽ ഇത്തവണ ആണും പെണ്ണും വ്യത്യാസമില്ല മനുഷ്യർക്ക്, അല്ലേ? ആണും പെണ്ണും വ്യത്യാസമില്ലല്ലോ മനുഷ്യന്. ഇല്ല ഇല്ല ഇല്ല. ഇതൊക്കെയാണോ? ഇതല്ല, ഒരു ക്യൂ ഇല്ലാതെ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് കിട്ടിയോ? അവർക്ക് കിട്ടത്തുള്ളൂ ഇത്. അതേ ഉള്ളൂ. പിന്നെ
അങ്ങനെയാണെങ്കിൽ ആ. ആ യോയോ ആദ്യം അടിച്ചത് ഉത്തരം യാ, 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 യാ. നിങ്ങൾ അടിച്ചോ. യാ, യാ. കണ്ടാ നമുക്ക് സപ്പോർട്ട് ഉണ്ടാ, നമുക്ക് സപ്പോർട്ട് Correct, ഉണ്ടാ. correct. അപ്പൊ ഇനിയിപ്പോ ഉത്തരം പറഞ്ഞു ആ പരിപാവനമായ പാത്രം സാർ, ഏത് മാത്രം ഗർഭപാത്രം. ഇങ്ങനെ കിടന്ന് ഇവൻ ചവിട്ടി. ഗൈനക്കോളജിസ്റ്റ് ആണ് കേട്ടോ. അത് സത്യമായിട്ട് ഇതേ ആ. നമുക്ക് പെട്ടെന്ന് കിട്ടിയപ്പോൾ ഒരു ആഹ്ലാദം വരും. ഭയങ്കര ആഹ്ലാദം വരും. 1 ലക്ഷം രൂപയാണ്. പിന്നെ 1 lakh. അത് ഇനിയിപ്പോ 2 ലക്ഷം രൂപയുടെ ചോദ്യം. 2 lakhs. ഒരു കാറിൽ ഡ്രൈവറും കുട്ടിയുണ്ട്. ഡ്രൈവറുടെ മകനാണ് കുട്ടി, എന്നാൽ കുട്ടിയുടെ അച്ഛനല്ല ഡ്രൈവർ. അപ്പോൾ ആരാണ് ഡ്രൈവർ? അത് കൊച്ചിന്റെ അമ്മച്ചോടി ചോദിക്കേണ്ടി ഒരു കാറിൽ കുട്ടിയും കിട്ടിയോ? ഒന്ന് ആലോചിക്കട്ടെ സാറേ. സംക്രാന്തിയിൽ ഒരു വണ്ടി ഓടിക്കുന്നു. ഒരു കാറിൽ ഡ്രൈവറും കുട്ടിയും. ഡ്രൈവറുടെ മകനാണ് കുട്ടി, എന്നാൽ കുട്ടിയുടെ അച്ഛനല്ല ഡ്രൈവർ. അതെ, അമ്മയാണ്. ഓടിക്കാമല്ലോടാ. എനിക്ക് കിട്ടിയില്ല. ഞാൻ ഉത്തരം പറയുന്നത്. പുള്ളിക്കൊട്ടനെ കൊടുത്തരെ. പുള്ളിക്കൊട്ടനെ എനിക്ക് കൊടുത്തരെ. തരികയോ? ഏതാ യോയോ അല്ലേ? അതെ. എന്നാ വായോ, എന്നാ വായോ, 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 യോ, യോ, Yeah. വായോ. യോ, യോ, നീ കൂടെ ഇടടാ, വായോ. എടാ, അത് Okay. ആ, അത് കൊള്ളാം. ജാഫർ ഇടുക്കി, നസീർ സംക്രാന്തി. 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ബി ജാഗ്രത. Yes, sir. യെസ്. കുസൃതി ചോദ്യമല്ല, ശരിക്കും ഉണ്ടായ അല്ല. ചോദ്യമാണ്. സംവിധായകനായി നിശ്ചയിച്ചിരുന്ന PG വിശ്വംഭരന് അസൗകര്യം ഉണ്ടായപ്പോൾ ചുമതല ഏറ്റെടുത്ത് സംവിധായകനായി മാറിയ നിർമ്മാതാവ് ആരാണ്? അദ്ദേഹം പിന്നീട് കുറച്ച് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ഈ കഥ എവിടെയോ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ജാഫർ ഇടുക്കി, ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. അതായത് തെറ്റിയാൽ 20,000 രൂപ മാത്രം, ശരി ഉത്തരം പറഞ്ഞാൽ 3 ലക്ഷം രൂപ, പിന്മാറിയാൽ 1 ലക്ഷം രൂപ. അപ്പൊ കുട്ടേട്ടന്റെ ഒരു സഹായ പദ്ധതി ബാക്കി കിടപ്പുണ്ട് താൻ. കിടപ്പുണ്ട് താൻ. ആ കുട്ടേട്ടാ, Yes. കുട്ടേട്ടാ, ഹെൽപ്പ് ലൈൻ. തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാം. ഇദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭനായ നിർമ്മാതാവാണ്. അദ്ദേഹത്തിന് ആദ്യം സുനിത പ്രൊഡക്ഷൻസ് എന്ന ഒരു കമ്പനിയായിരുന്നു. പിന്നീട് ആ കമ്പനി മാറി വേറെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു നിർമ്മാണ കമ്പനി ഉണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു. ഇദ്ദേഹം ഒരു തിരുവനന്തപുരംകാരനാണ്. ആ, 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 ആ. എനിക്ക് അല്ല, ആ, ഞാൻ പറയാം. ആ, ഇത് ആ, മറ്റേ- ആ. ഓ, എന്റെ അല്ല, നാവിലെ അല്ല. തുപ്പി വന്നിരിക്കുന്നു. അല്ലല്ല, പറയട്ടെ. അല്ല, ഇതേ. ചെവിയില് കൊടു. അല്ല, ആദ്യം ചെവിയില് അങ്ങോട്ട് കണക്ഷൻ അല്ല, എനിക്ക് പേര് കിട്ടണം. അദ്ദേഹത്തിന്റെ മരുമകനാണ് മോഹൻ. ഇദ്ദേഹവും മലയാള സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരോമ മോഹൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ, ഇനി നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ പറയാൻ സാധിക്കും. കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയാം. ആരോമ മണി. ആരോമ മണി. ഞാൻ മണിസാറിന്റെ ഇപ്പൊ ഈ അടുത്താ മരിച്ച് അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ താമസിച്ച ആരോമ ഇന്റർനാഷണലില് താമസിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. എന്നിട്ട് ഓർത്തില്ലല്ലോ ഇതുവരെ. ഇപ്പൊ 3 ലക്ഷം രൂപ കിട്ടി. കിട്ടിയോ? ഉത്തരം കിട്ടിപ്പോയി. അല്ല, പുള്ളി പറഞ്ഞത്. കുട്ടേട്ടൻ നമുക്ക് പറഞ്ഞു വേണ്ടി പറഞ്ഞതല്ലേ? നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി താങ്ക് യു, ആ. താങ്ക് യു സാർ. 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് 5 lakhs. ബി കെയർഫുൾ. പക്ഷിപ്പനി ബാധിച്ചുള്ള ലോകത്തിലെ ആദ്യ മനുഷ്യ മരണം സ്ഥിരീകരിച്ചത് ഏത് രാജ്യത്താണ്? 5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. സീരിയസ് ക്വസ്റ്റ്യൻ ആണ്. GK ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പൊതുവിജ്ഞാനം അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യമാണ്. സഹായത്തിന് ആരുമില്ല. ഒരാളും സഹായിക്കാനില്ല. തെറ്റിയാൽ വെറും 30,000 രൂപ വീട്ടിലേക്ക്, സംക്രാന്തിയിലേക്കും ഇടുക്കിയിലേക്കും. വിജയിച്ചാൽ, ഉത്തരം ശരിയായി പറഞ്ഞാൽ 5 ലക്ഷം രൂപ കിട്ടും. മത്സരം തുടരും. പിന്മാറിയാൽ 1.5 ലക്ഷം. ഫോറിൻ രാജ്യമാണ്, അറബ് രാജ്യമൊന്നുമല്ല, മറ്റേ ഫോറിൻ കൺട്രീസാ. എന്തോ കളഞ്ഞു പോലൊരു ഫീലാണല്ലോ സംക്രാന്തിയുടെ മുഖത്ത് നോക്കുമ്പോൾ. ആലോചിച്ച് പറഞ്ഞില്ലെങ്കിൽ 30 ഒതുങ്ങേണ്ട വരികയല്ലേ. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം. ആ 1.5 രൂപ പിന്മാറിയേ കിട്ടും. എന്തോ തീരുമാനിച്ചു? അല്ല, പറയാനായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞേനെ. ആ പറഞ്ഞേനെ. അപ്പൊ എന്തോ തീരുമാനിച്ചു? പിന്മാറാ സാറേ. അപ്പൊ മ്യൂസിക് ഇട്ട് ജാഫർ ഇടിക്കാൻ നിങ്ങൾക്ക് പാടിയാലോ? അറിയാൻ മേല, അതുകൊണ്ട് ഞങ്ങൾ പിന്മാറുന്നു. സൂപ്പർ. നിങ്ങൾ മാത്രമേ ഇത്ര സന്തോഷത്തോടെ പിന്മാറുള്ളൂ. ഇവിടെ പല ആൾക്കാരും വന്നു പോയി. ആദ്യമായിട്ടാണ് യോയോ വിളിച്ച ഒരാള് പിന്മാറുന്നത്. അല്ലേ? അപ്പോ ഇപ്പോൾ ഉത്തരം കൂടെ പറയാം. മെക്സിക്കോ ആണ് ഉത്തരം. ഓ, ചെറിയ ഉത്തരവായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ആയിരുന്നു. അപ്പൊ നന്നായി. 1.5 ലക്ഷം രൂപ കയ്യിലുണ്ട്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വീതം വെച്ചോളൂ. ജാഫർ ഇടുക്കി, യെസ്. നസീർ സംക്രാന്തി. Yes. ഒരു അപകടമുണ്ട്. എന്താ? നമുക്ക് പ്രേക്ഷകർക്ക് 4 സ്വർണ്ണ കോയിൻ സമ്മാനം കൊടുക്കണം. നിങ്ങൾ തന്നെ കൊടുക്കണം ഐശ്വര്യമായിട്ട്. അല്ല, അത് അപകടമല്ലല്ലോ. നിങ്ങൾ വിഷമം വിചാരിക്കണം. നിങ്ങളുടെ 5 പൈസയും ചെലവാകത്തില്ല. ഇത് വേറെ. ഈ സ്വർണ്ണ സമ്മാനം നൽകിയിരിക്കുന്നത്
നക്ഷത്ര ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് എറണാകുളം. ആദ്യത്തെ ആള് അർച്ചന സജീവ് കൊല്ലം. ആലുവയിലെ സുബജ ബാനു വേദിയിലേക്ക്. പാലക്കാട് നിന്ന് അനിരുദ്ധ വരുന്നു. ഇനി വരാൻ പോകുന്ന എറണാകുളത്ത് നിന്ന് അരുൺകുമാറാണ്. നസീർ സംക്രാന്തിയുടെ പാട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് നമുക്ക് ഇടുക്കിയെ കൊണ്ട് പാടിപ്പിച്ച് നമുക്ക് മനോഹരമായിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഏതൊരു പടത്തിൽ പാട്ട് പാടിയിട്ടില്ലേ? ഏത് പടത്തിലാണ് ഒരു പാട്ട് പാടിയത്? അത് കുട്ടന്റെ ഷിനിഗാമി എന്നാണ്. പിന്നണി ഗായകരെന്ന് ആരോ ഒക്കെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആവട്ടെ, അങ്ങനെയൊന്നും വിളിക്കണം. ഇപ്പൊ മുന്നണി ഗായകനാ. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. നേരത്തെ പാടുന്നു. റെഡി. കുട്ടിക്കാലം തൊട്ടേ നമ്മളെ കൂട്ടുകാരല്ലേ, കൂട്ടും കൂടി പാട്ടും പാടി നടന്നോരല്ലേ. കുട്ടിക്കാലം തൊട്ടേ നമ്മള് കൂട്ടുകാരല്ലേ, കൂട്ടും കൂടി പാട്ടും പാടി നടന്നോരല്ലേ. നാട്ടുമാവിൻ കൊമ്പിൽ തൂങ്ങി മറിഞ്ഞോരല്ലേ, കാട്ടുനെല്ലി തിന്നിട്ടു വെള്ളം കുടിച്ചോരല്ലേ. ഞാൻ ഒപ്പം കിട്ടിയ കേട്ടോ. വിട്ടേര്. നീ നോക്കാനില്ലല്ലോ. ഓക്കെ, റെഡി. അപ്പോൾ 1.5 ലക്ഷം രൂപയുടെ ചെക്കും ഉണ്ട്. സന്തോഷമായിട്ട് പോയി കിടന്ന് ഉറങ്ങണം. ഓക്കെ, അങ്ങോട്ട് ഓക്കെ. ഒന്ന് ചിരിച്ചോളൂ. പിന്നെ ഓക്കെ അല്ലേ? അവരെയൊന്ന് കാണിച്ചേക്കാം. അവരൊന്ന് കാണിച്ചേക്കാം. ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ല. യോയോ കൂടെ കാണിച്ചു കൊടുത്തോ. അയ്യോ അയ്യോ അയ്യോ, ഒന്ന് കാണട്ടെ, ഒന്ന് കണ്ടോ? ഇടുക്കിയിലും തരാം. എവിടെ ഓട്? ഒരെണ്ണം സാറ് കൊടുത്തേ. ജാഫർ ഇടിക്ക. ഓക്കെ, ഇതിരിക്കണോ മൊത്തം? അതെ, അല്ല മൊത്തം മുട്ടിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പൊ യോ വീട്ടിലേക്ക് കാണാം. ഓക്കെ, സാറേ അവനോ ബോധമില്ല സാർ. ഓക്കെ, നല്ല സൂപ്പറായി. റെഡി, താങ്ക് യു. കാണാം നമുക്ക്. ഓക്കെ, ജാഫർ ഇടുക്കി, നസീർ സംക്രാന്തി, രണ്ടുപേരുടെ കഥാകഥനമൊക്കെ കണ്ടല്ലോ. സംഭവം സൂപ്പറായി. നമുക്ക് മറ്റൊരു മത്സരാർത്ഥിയുമായിട്ട് ഇനി നാളെ രാത്രി 9:30 മണിക്ക്. ഗുഡ് ബൈ.